ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, സഹായം ദൈവത്തിൽ നിന്ന്. ഷെക്കന ന്യൂസിലൂടെ ഈ ശുശ്രൂഷയിലേക്ക് നമ്മെല്ലാവരെയും ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടുവന്നിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്താൽ നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടുവാനും പരിശുദ്ധ വചനത്തിൻ്റെ അനന്തശക്തിയാൽ നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാനും കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ സൗരഭ്യത്താൽ നമ്മുടെ ബന്ധങ്ങൾ വിശുദ്ധീകരിക്കപ്പെടുവാനും തകർന്നുപോയ നമ്മുടെ കുടുംബങ്ങളെ ദൈവകൃപയാൽ പുനരുദ്ധരിക്കുവാനുമായി സ്വർഗം തന്നിരിക്കുന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദിയുള്ളവരാകാം. നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ഒത്തിരിയേറെ പ്രതിസന്ധിയിലാണ്. ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് തകർന്നുകൊണ്ടിരിക്കുന്നു, പ്രത്യേകിച്ച് ക്രൈസ്തവ ഭവനങ്ങൾ. എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയിലേക്ക് പോകുന്നത്? നമ്മുടെ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെടുന്നു, ദാമ്പത്യ ജീവിതങ്ങൾ താറുമാറാകുന്നു, വിവാഹേതര ബന്ധങ്ങൾ ഒത്തിരിയേറെ പെരുകി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. മാതാപിതാക്കളും മക്കളും, ഭാര്യയും ഭർത്താവും, സഹോദരന്മാരും സഹോദരിമാരും തമ്മിലുള്ള ബന്ധങ്ങളിൽ വലിയ ഉലച്ചിലുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ടാണ് ഈ വിധം നാശത്തിലേക്ക് പോകുന്നത്? നമ്മുടെ കുടുംബങ്ങളിലുള്ള കേടുപാടുകൾ പോക്കി തൻ്റെ കൃപയുടെ സാന്നിധ്യത്താൽ നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുവാനും ആശീർവദിക്കുവാനുമായി കർത്താവ് നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ്. 118 സങ്കീർത്തനം 15 തിരുവചനം, പരിശുദ്ധ വചനം പറയുന്നു, ഇതാ നീതിമാന്മാരുടെ കൂടാരത്തിൽ ജയഘോഷം ഉയരുന്നു, കർത്താവിൻ്റെ വലതുകൈ കരുത്ത് പ്രകടമാക്കി. എത്ര മനോഹരമായ വചനമാണ്! നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ജയത്തിൻ്റെ ഘോഷമുയരുന്നു. ക്രൈസ്തവ കുടുംബങ്ങൾ ആനന്ദത്തിൻ്റെ ഭവനങ്ങളാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഉയരേണ്ടത് കലഹത്തിൻ്റെയും മാത്സര്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അശുദ്ധിയുടെയും ചീത്ത വാക്കുകളുടെയും ഘോഷങ്ങളല്ല, സ്നേഹത്തിൻ്റെ, പങ്കുവെക്കലിൻ്റെ, പ്രാർത്ഥനയുടെ, ദൈവാരാധനയുടെ ആനന്ദഘോഷങ്ങളാൽ നമ്മുടെ കുടുംബങ്ങൾ മുഖരിതമാകണമെന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുകയാണ്. ആരാണ് നീതിമാന്മാർ? കർത്താവിനെ സ്നേഹിക്കുന്നവരാണ്, അവിടുത്തെ ആശ്രയിക്കുന്നവരാണ്. അവരുടെ കൂടാരങ്ങളിലാണ് ജയത്തിന്റെ ഘോഷങ്ങൾ ഉയരുന്നത്. ഹല്ലേലൂയ. പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഈ വചനത്തിന്റെ കൃപ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ കുടുംബങ്ങൾ ആനന്ദത്തിന്റെ, സ്നേഹത്തിന്റെ, പങ്കുവെക്കലിന്റെ, ഒന്നിപ്പിന്റെ, പ്രാർത്ഥനയുടെ ഘോഷങ്ങൾ ഉയർത്തുന്ന കൃപയുടെ ഭവനങ്ങളായി മാറുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 16 അധ്യായം 34 തിരുവചനം. വീണ്ടും ദൈവത്തിന്റെ വചനം പ്രഖ്യാപിക്കുന്നു, അവരെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് അവർക്ക് ഭക്ഷണം വിളമ്പി. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് അവനും കുടുംബാംഗങ്ങളും അത്യന്തം ആനന്ദിച്ചു. പൗലോസ്ലീഹായും ശീലാസിനെയും ആ കാരാഗൃഹ പ്രമാണി തൻ്റെ ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. അവർക്ക് അത്താഴം കൊടുക്കുകയാണ്. ദൈവത്തിൽ വിശ്വസിച്ചതുകൊണ്ട് മരണവീടായി മാറേണ്ട ഭവനത്തിൽ, കൂട്ടക്കരച്ചിലെ രാത്രി ഉയരേണ്ട ആ കുടുംബത്തിൽ അവരെല്ലാം ആനന്ദിച്ചാർപ്പിടുകയാണ്. സഹോദരങ്ങളെ, കർത്താവുള്ള കുടുംബങ്ങൾ, ദൈവവചനം സ്ഥിരതയോടെ വസിക്കുന്ന കുടുംബങ്ങൾ, ദൈവ സാന്നിധ്യം അധിവസിക്കുന്ന കുടുംബങ്ങൾ ആനന്ദത്തിന്റെ കുടുംബങ്ങളാണ്.
അനുഗ്രഹത്തിന്റെ കുടുംബങ്ങളാണ്, അഭിഷേകത്തിന്റെ ഭവനങ്ങളാണ്. എത്ര കൃത്യമാണ് ഈ വചനത്തിലൂടെ ആത്മാവ് നമുക്ക് തരുന്ന നിർദ്ദേശം. നമ്മുടെ ചങ്കിലേക്ക് ഈ വചനത്തിന്റെ അഭിഷേകം ഏറ്റെടുക്കാം. ഈ വചനത്തിന് മുദ്ര സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ കുടുംബങ്ങൾ നേരിടുന്ന നിരവധിയായ പ്രതിസന്ധികള്, പ്രശ്നങ്ങള്, തകർച്ചകള്, ദുരിതങ്ങള്, കലഹങ്ങള്, മത്സര്യങ്ങള്, നിസ്സാര കാര്യങ്ങളെ പ്രതിയുള്ള കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന അസ്വസ്ഥതകള്, തെറ്റിദ്ധാരണകള്, അടിപിടികള്, സഹോദരങ്ങളെ, കർത്താവിന്റെ ആത്മാവ് ഈ തലങ്ങളിലേക്കെല്ലാം ഇറങ്ങി വരട്ടെ. പരിശുദ്ധാത്മാവ് ഇതെല്ലാം ഏറ്റെടുക്കട്ടെ. കർത്താവിന്റെ സാന്നിധ്യം വ്യാപരിക്കട്ടെ. കർത്താവിന്റെ ശക്തി പുറപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ സുഖപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ വചനത്താൽ അഭിഷേചിതമാകട്ടെ. നമ്മുടെ ഭവനങ്ങൾ പരിശുദ്ധാത്മാവിന്റെ ഭവനങ്ങളായി രൂപപ്പെടട്ടെ. ശ്രദ്ധിക്കുന്നു. ഒരു നിമിഷം നമ്മൾ ആയിരിക്കുന്നിടത്ത് എഴുന്നേറ്റ് നിന്ന് ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് വരണമേ, കുടുംബ തകർച്ചകളിലേക്ക് വരണമേ, കുടുംബ പ്രശ്നങ്ങളിലേക്ക് വരണമേ, ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകളിലേക്ക് വരണമേ. ആത്മാവേ വരണമേ. കരമുയർത്തി സ്വരമുയർത്തി ഒറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, അങ്ങയുടെ വചനമയച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ. കുടുംബങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹം പ്രാപിക്കട്ടെ. കുടുംബങ്ങൾ ആത്മാവിൽ നിറയട്ടെ. ഹോളി സ്പിരിറ്റ്. ശ്രദ്ധിക്കുന്നു. ആത്മാവേ, കൃപയുടെ ആത്മാവേ, വചനത്തിന്റെ ആത്മാവേ, ശക്തിയുടെ ആത്മാവേ, ഞങ്ങളിൽ നിറയണമേ. Come Holy Spirit. കുടുംബങ്ങളിലേക്ക് വരിക. കരങ്ങൾ അടിച്ച് ആത്മാവിൽ നിറഞ്ഞു പാടുകയാണ്. ആമേൻ. Glory. ആമേൻ. ഇസ്രായേലിന് അത്ഭുതകരമായി മോശയിലൂടെ നയിച്ചതുപോൽ ചെങ്കടൽ നടുവിൽ വീതിയൊരുക്കാൻ കാറ്റായി വീശിയടിച്ചതുപോൽ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ. പ്രതിസന്ധികളിലേക്ക് വരണമേ. Holy Spirit. God bless. കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. ഇന്നിന്ദാസരിൽ വീശും പാവന റൂഹായി നീ വരണേ. കൃപയായി വരണേ. പറന്നിറങ്ങണമേ. ആത്മാവേ, ഓരോ ഭവനത്തിലേക്കും ഓരോ കുടുംബത്തിലേക്കും കൃപയായി വരണമേ. ഒന്നിച്ച് സിഹിയോൻ ശാലയിൽ ഇറങ്ങിയപ്പോൾ ശിഷ്യരിൽ അഗ്നി പകർന്നതുപോൽ അവൾ പവർ ആത്മനദിയായി ഒഴുകണമേ. ആത്മസ്നാനം ഓരോ കുടുംബത്തിന് നൽകണമേ. കുടുംബങ്ങൾക്ക് നൽകണമേ. ദമ്പതിമാരിലേക്ക്, മാതാപിതാക്കളിലേക്ക്, മക്കളിലേക്ക്, സഹോദരങ്ങളിലേക്ക് ഈ അഭിഷേകം ഒഴുകട്ടെ. ഈ അഭിഷേകം വ്യാപരിക്കട്ടെ. കർത്താവിൽ നിന്ന് ഓരോ കുടുംബത്തിലേക്കും ശക്തി പുറപ്പെടട്ടെ. ആത്മസ്നാനം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശിവേ, ജീസസ്, കുടുംബങ്ങളുടെ മേൽ കരുണ ചൊരിയണമേ. ദൈവകരുണ വ്യാപരിക്കട്ടെ. ദൈവകൃപ നിറയട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. യേശുവേ, ഇരു കരങ്ങൾ ഉയർത്തി എല്ലാം മറന്നൊരൊറ്റ വിളി, യേശുവേ. ജീവിക്കുന്ന ദൈവമേ, ജീവനുള്ള കർത്താവേ, കൃപ ചൊരിയണമേ. കൃപ വർഷിക്കണമേ. ആത്മാവിനെ വർഷിക്കണമേ. വചനം നൽകണമേ. വചനം നൽകണമേ. കെട്ടുകൾ പൊട്ടട്ടെ.
മുഖങ്ങൾ ഒടിയട്ടെ. കുടുംബങ്ങളെ തകർക്കുന്ന പൈശാചിക രൂപികൾ, ഇരുട്ടിന്റെ ശക്തികൾ, അന്ധകാര പോരുകൾ, സാത്താന്യ പീഡകൾ യേശു നാമത്താൽ, യേശു രക്തത്താൽ, യേശു ശരീരത്താൽ, യേശുവിന്റെ വചനത്താൽ, ഈശോയുടെ തിരുവിലിടുന്നത് യോഗ്യതകളാൽ ഇപ്പോൾ ഈ സമയം കുടുംബങ്ങളിൽ നിന്ന് നിർവീര്യമായി പോകട്ടെ. ശ്രദ്ധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, തകർന്നുപോയ കുടുംബങ്ങളെ പുനരുദ്ധരിക്കണമേ. സമാധാനമില്ലാത്ത കുടുംബങ്ങളിലേക്ക് സമാധാനം പകരണമേ. സ്നേഹം തണുത്തുറഞ്ഞു പോയ കുടുംബ ബന്ധങ്ങളിലേക്ക് ദൈവസ്നേഹത്തിന്റെ തീ പടർത്തണമേ. ആത്മാവേ, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്, ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ. തിരുകുടുംബത്തിന് നാഥയായ പരിശുദ്ധ അമ്മേ, അമ്മയുടെ ഉമല ഹൃദയത്തിലേക്ക് ഞങ്ങളെല്ലാ കുടുംബങ്ങളെയും സമർപ്പിക്കുകയാണ്. അമ്മ ഏറ്റെടുക്കണമേ, അമ്മ എല്ലാം ക്രമപ്പെടുത്തണമേ. തിരുകുടുംബത്തിന്റെ പാലക വിശ്വസേ പിതാവേ, പിതാവിന്റെ നിർമ്മല ഹൃദയത്തിലേക്ക് ഞങ്ങളെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങൾ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. എല്ലാവരും ശാന്തമായിട്ടിരുന്ന് എൻ്റെ സഹോദരങ്ങളെ, സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ കുടുംബ ബന്ധങ്ങളെ, നമ്മുടെ കുടുംബ തകർച്ചകൾ, കുടുംബ പ്രശ്നങ്ങൾ, നമ്മുടെ കുടുംബവുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ നമ്മുടെ നൊമ്പരങ്ങളും വേദനകളും, നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ഈ നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുക. ഒപ്പം ഈ തത്സമയ ശുശ്രൂഷ സമയത്ത് നിങ്ങൾക്ക് ഫോൺ ചെയ്ത് നിങ്ങളുടെ നിയോഗങ്ങൾ ഈ സമയം അറിയിക്കാവുന്നതാണ്. ഒപ്പം ഈ ലൈവിൽ 10,000 ഒന്നിച്ച് നമ്മുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ദൈവകൃപ ഇറങ്ങും. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. അപ്പോൾ നമ്മൾ ആരും ഉപേക്ഷ കാണിക്കേണ്ട. നിങ്ങളുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും നിങ്ങൾ ഈ നമ്പറിൽ സെൻഡ് ചെയ്യുക. ഈ ഫോൺ നമ്പറിൽ വിളിക്കുക, ലൈവായിട്ട് വിളിക്കുക. അപ്പം തന്നെ യൂട്യൂബിലെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം സഹോദരങ്ങളെ. നമ്മുടെ കർത്താവ് ആശ്രയിക്കുന്നവരെ ഒരിക്കലും ഉപേക്ഷിക്കുന്നവനല്ല. വിശ്വസ്തനായ ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം നൽകുന്നവനാണ് നമ്മുടെ കർത്താവ്. ഈ വലിയ ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. എൻ്റെ സഹോദരങ്ങളെ, ഇന്ന് കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരുപാട് പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒത്തിരി ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കുടുംബങ്ങൾ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്നു. എത്ര കുടുംബങ്ങളാണ് നാശത്തിലേക്ക് പോകുന്നത്. സ്നേഹം തണുത്തുറഞ്ഞു പോയി, ബന്ധങ്ങൾ നഷ്ടപ്പെട്ട്, ബഹളവും കലഹവും മാത്സര്യവും അടിപിടിയും ചീത്തവാക്കും തെറിവാക്കുകളുമായി ഒരുപാട് കുടുംബങ്ങൾ ഇന്ന് നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ആടി ഉലയുന്നു. ഡിവോഴ്സുകൾ ഒരുപാട് വർദ്ധിക്കുന്നു. ദാമ്പത്യ ബന്ധങ്ങളിൽ അവിശ്വസ്തരുടെ എണ്ണം, വിവാഹേതര ബന്ധങ്ങളിൽ നിന്ന് ഒത്തിരി പെരുകിക്കൊണ്ടിരിക്കുന്നു. മനസ്സാക്ഷി കരിഞ്ഞുപോയൊരു തലമുറ, ആരോടും ഒരു പ്രതിബദ്ധതയില്ലാത്തൊരവസ്ഥ, സ്നേഹിക്കുവാനും ഹൃദയം തുറന്ന് പങ്കുവയ്ക്കുവാനും കഴിയാതെ സ്നേഹം മരച്ചുപോയ 10,000 കുടുംബങ്ങളും ബന്ധങ്ങളും. നോ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? കുടുംബങ്ങൾ തകരുന്നു, മക്കൾ വഴിവിട്ടു പോകുന്നു, വിശ്വാസമില്ല, പ്രാർത്ഥനയില്ല, ആത്മീയ കാര്യങ്ങളിൽ യാതൊരു വിധത്തിൽ ശുഷ്കാന്തിയില്ല, മാതാപിതാക്കളുടെ അനുസരണവും ആദരവുമില്ല. സഹോദരങ്ങളെ, ഒരുപാട് നാശത്തിൻ്റെയും കൊടിയ തകർച്ചയുടെ വക്കിലാണ് നമ്മുടെ കുടുംബങ്ങൾ എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മറന്നു പോകരുത്. ഓരോ ദിവസവും 100 കണക്കിന് വ്യക്തികളാണ് തങ്ങളുടെ കുടുംബ പ്രശ്നങ്ങളുമായി ഷെക്കേൻ ഓഫീസിലേക്ക് വിളിക്കുന്നത്. ഒരുപാട് കുടുംബങ്ങൾ കൊടിയ തകർച്ചയിലാണ് സഹോദരങ്ങളെ. നമ്മുടെ കുടുംബങ്ങളെ നോക്കി കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവ് ഇന്ന് ഒത്തിരിയേറെ സങ്കടപ്പെടുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ അവസ്ഥയെ ഓർത്ത് കർത്താവ് ഇന്ന് വേദനിക്കുകയാണ്. കർത്താവിൻ്റെ ഹൃദയത്തിൻ്റെ വേദന നമ്മുടെ ഹൃദയവേദനയായി സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി സ്വർഗം തരുന്ന ദൈവിക ആലോചനകൾ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം. നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി എന്താ മക്കളെ? ഓരോ കുടുംബത്തെക്കുറിച്ചുള്ള കർത്താവിൻ്റെ മനസ്സ് നമ്മൾ തിരിച്ചറിയണം. നമ്മുടെ കുടുംബങ്ങൾ നശിക്കുവാനും തകരുവാനും അത് താറുമാറായി നമ്മുടെ കുടുംബങ്ങൾ
തീർന്നു പോകാനല്ല കർത്താവ് ആഗ്രഹിക്കുന്നത്. ഈ ലോകത്തിലെ ഓരോ കുടുംബത്തിനും നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരുവാനുള്ള വിളിയാണ് ക്രൈസ്തവ കുടുംബങ്ങൾക്ക് കർത്താവ് തന്നിരിക്കുന്നത്. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 3-ാം അധ്യായം 25-ാമത്തെ തിരുവചനം കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്നു. അവിടുന്ന് അബ്രഹാത്തോട് അരുളി ചെയ്തു, ഭൂമിയിലെല്ലാ കുടുംബങ്ങളും നിന്റെ സന്തതി വഴി അനുഗ്രഹിക്കപ്പെടും. ഭൂമിയിലെ സകല കുടുംബങ്ങളും നിന്റെ സന്തതി വഴി, കർത്താവായ യേശു വഴി അനുഗ്രഹിക്കപ്പെടും. സഹോദരങ്ങളെ, ഓരോ ക്രൈസ്തവ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് ഈ വചനം വെളിപ്പെടുത്തി തരുന്നത്. നമ്മുടെ കുടുംബങ്ങളിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നത്? ഓരോ കുടുംബത്തിനും നമ്മുടെ കുടുംബം അനുഗ്രഹമായി മാറണം. കൃപയുടെ ചാനലായി നമ്മുടെ കുടുംബങ്ങൾ മാറണം. രക്ഷയുടെ അടയാളമായി ഈ ലോകത്തിൽ ക്രൈസ്തവ കുടുംബങ്ങൾ പ്രകാശിതമാകണം. നിത്യജീവനിലേക്ക് കുടുംബങ്ങളെ നയിക്കുന്ന ജീവന്റെ വെളിച്ചമായി ഈ ലോകത്തിൽ ക്രൈസ്തവ ഭവനങ്ങൾ തേജസ്സുള്ളതായിട്ട് മാറണം. അനേകം കുടുംബങ്ങളുടെ കേടുപാടുകൾ പോക്കി ആ കുടുംബങ്ങളെ കർത്താവിൽ പണിതുയർത്തുന്ന ഭവനങ്ങളായി ഓരോ ക്രൈസ്തവ കുടുംബവും മാറുവാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പക്ഷെ അതിനു പകരം ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ പ്രതിസന്ധികൾ ഉണ്ടെങ്കിലും കൂടുതൽ ക്രൈസ്തവ കുടുംബങ്ങളാണ് ഇന്ന് വലിയ തകർച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റേത് മതസ്ഥരേക്കാളും ഇന്ന് കുടുംബങ്ങൾ തകരുന്നത് ക്രൈസ്തവ കുടുംബങ്ങളാണ്. ക്രൈസ്തവ കുടുംബങ്ങൾ, നമ്മൾ പ്രാർത്ഥനയുണ്ട്, പരിശുദ്ധ കുദാശകളുണ്ട്, ദൈവവചനമുണ്ട്, നമുക്ക് മതബോധനമുണ്ട്, ബഹുമാനപ്പെട്ട വൈദികരുണ്ട്, സമർപ്പിതരുണ്ട്, ആത്മീയ ഉപദേശങ്ങൾ നൽകാൻ ഒത്തിരി ആൾക്കാരുണ്ട് നമുക്ക്. ഇതൊക്കെ നമുക്കുണ്ടായിട്ടും നമ്മൾ കൊടിയ തകർച്ചയിലേക്ക് പോകുന്നു. സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ഈ വിനാശം നമ്മുടെ കുടുംബങ്ങളിൽ സംഭവിക്കുന്നത്? നമ്മുടെ കുടുംബങ്ങളും ബന്ധങ്ങളും ഇന്ന് വലിയ വിപത്തില് എന്തുകൊണ്ടാണ് അകപ്പെട്ടിരിക്കുന്നത്? അനേകം ക്രൈസ്തവ മക്കള്, യുവമക്കള് പ്രത്യേകിച്ച് വഴിതെറ്റിപ്പോകുന്നു. അവർക്ക് വിശ്വാസം വേണ്ട, പ്രാർത്ഥന വേണ്ട, പരിശുദ്ധ കുദാശകൾ വേണ്ട, സഭ വേണ്ട. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ വഴിയിൽ ലൗകിക സുഖങ്ങൾക്ക് വേണ്ടി, ശരീരത്തിന്റെ ഭോഗേച്ഛകൾക്ക് വേണ്ടി ഇതെല്ലാം ത്യജിച്ചുകൊണ്ട് അവർക്ക് തോന്നുന്ന വഴിയിലൂടെ അനേക യുവമക്കൾ ഇന്ന് സഞ്ചരിക്കുകയാണ്. ഇത് കണ്ട് നെഞ്ചു പൊട്ടി കരയുന്ന ആയിരക്കണക്കിന് മാതാപിതാക്കള് നമ്മുടെ കുടുംബങ്ങളിലുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ ആടിയുലഞ്ഞിരിക്കുന്നു. ഒരു സോറി പറഞ്ഞ് ഒന്ന് എളിവപ്പെട്ടാൽ മതി, ആ പ്രശ്നം പരിഹരിക്കപ്പെടും. അതിന് തയ്യാറാകാതെ സുപ്രീം കോർട്ട് വരെ പോവുകയാണ്. എന്താ? ഈഗോ. പരസ്പരം ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും വിട്ടുകൊടുക്കുവാനും എളിമപ്പെടുവാനും കഴിയാത്ത വിധത്തിൽ അഹങ്കാരം കൊണ്ട് ഇന്ന് നമ്മുടെ കുടുംബങ്ങളെ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ സഹോദര സഹോദരി, എന്തുമാത്രം ദാരുണമായ, വളരെ വേദനാജനകമായ ഒരു സ്ഥിതിവിശേഷമാണ് നമ്മുടെ കുടുംബങ്ങൾക്കുള്ളത്. നമുക്കൊരു ഫോൺ കോൾ വരുന്നുണ്ട്. നമുക്ക് പ്രത്യേകം ശ്രദ്ധയോടെ അത് കേട്ട് നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവേ, ആ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ആ, കേൾക്കുന്നുണ്ട്. എന്റെ മകനും കുടുംബവും ഞങ്ങളോട് പിണങ്ങി മാറി താമസിക്കുക. ഒരു മകനാ. ഏക മകനാണല്ലേ? ഒരേ ഒരു മകനുള്ളൂ അല്ലേ? അതെ. ആ മകൻ നിങ്ങളുമായി വിട്ടുപിരിഞ്ഞ് മാറി നിന്ന് മറ്റൊരു സ്ഥലത്ത് താമസിക്കുകയാണോ? അതെ. നിങ്ങൾക്ക് എത്ര പേരാ കുഞ്ഞുങ്ങള്? ഞങ്ങക്ക് 2 പേരായിരുന്നു. ഒന്ന് മകളെ കല്യാണം കഴിച്ചു വിട്ടു. മകനായിട്ട് ഇവ മാത്രമേ ഉള്ളൂ അല്ലേ? അവനിപ്പോ മാറി നിന്ന് ജീവിക്കുകയാണല്ലേ? അവന് കുടുംബമുണ്ടോ? 4 പിള്ളേരുണ്ട്. ഈശോ, നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ. സ്നേഹത്തിന്റെ ആത്മാവ്, സ്നേഹത്തിന്റെ ചൈതന്യം, ഒന്നിപ്പിന്റെ അഭിഷേകം കടന്നു വരാൻ, ആ വേദനയിലേക്ക് കർത്താവിൻ്റെ റൂഹ കടന്നു വരാൻ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒന്നിച്ചു പ്രാർത്ഥിക്കുക കുടുംബത്തിന് വേണ്ടി. കണ്ടോ, ഏക മകനാണ്, പക്ഷേ മാതാപിതാക്കളുമായി ഒന്നിച്ച് നിൽക്കുന്നില്ല.
നമ്മുടെ കുടുംബങ്ങൾ ഒരു മനസ്സോടെ നിൽക്കാനായിട്ട്, സ്നേഹത്തിൽ വളരാൻ, കൃപയിൽ വളരാൻ, പങ്കുവെക്കുന്ന അനുഭവത്തിൽ വളരാൻ, നമ്മുടെ കുടുംബങ്ങളിൽ ആനന്ദത്തിൻ്റെ ഘോഷമുയരാൻ, ഈ കൃപയുടെ ഘോഷങ്ങൾ ഉയരാൻ നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് നമ്മൾ ഒന്നിച്ച് ഒരു മനസ്സോടെ ഇതുപോലെ വേദനിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ച് ഒരു മനസ്സോടെ വിളിക്കുന്നു, യേശുവേ, ജീവിക്കുന്ന ദൈവമേ, കുടുംബങ്ങളിലേക്ക് കരുണ ചൊരിയണമേ. കരുണ, കരുണ, ദൈവ കരുണ ഒഴുകപ്പെടട്ടെ. കുടുംബ ബന്ധങ്ങളെ തകർക്കാൻ ആഗ്രഹിക്കുന്ന പൈശാചിക രൂപികള്, സാത്താന്യ പീഡകള്, ഇരുട്ടിന്റെ ശക്തികള്, കർത്താവായ യേശുവിന്റെ നാമത്തിന് അനന്ത ശക്തിയാ ഇപ്പോൾ ഈ സമയം നിർവീര്യമാകട്ടെ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കർത്താവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ലോർഡ് ബ്ലെസ്, അനോയിന്റ് ലോർഡ്. കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിന്റെ രക്തം കൊടുത്ത് നമ്മെ അവൻ വീണ്ടെടുത്തു, തന്റെ തന്നെ രക്തം കൊടുത്ത് എന്നെ അവൻ സ്വന്തമെടുത്തു. ചേർത്ത് പാടുകേ, യേശുവിന്റെ കുടുംബങ്ങളിലേക്ക് രക്ഷ ഒഴുകപ്പെടട്ടെ, കുടുംബങ്ങളിലേക്ക് രക്ഷയുടെ അഭിഷേകം വ്യാപരിക്കട്ടെ, കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, ഓരോ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. പാപത്തിനെന്റെ മേൽ ഭരണമില്ല, ഒരു തിന്മയും എന്നെ ഇനി തൊടുകയില്ല. എത്ര പേര് വിശ്വസിക്കുന്നു? ഉച്ചത്തിൽ പറഞ്ഞ് തൊടുകയില്ല. യേശുവിൻ ക്രൂശിലെ പീഡകളാൽ സാത്താനെ ശാസിക്കുന്നു, എന്നേക്കും വിട്ടുപോകാൻ. നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, തലമുറകളിൽ നിന്ന് പൈശാചിക പീഡകൾ, ഇരുട്ടിന്റെ ശക്തികൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ, വിട്ടൊഴിഞ്ഞു പോകട്ടെ. ഈശോ, 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 എന്നേക്കും വിട്ടുപോകാൻ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നന്ദി കർത്താവേ. ഓരോ കുടുംബം അനുഗ്രഹിക്കപ്പെടട്ടെ. യേശു നാമത്തിൽ ഓരോ കുടുംബത്തെ ആശീർവദിക്കുന്നു. Bless, anoint Lord, in the name of Jesus. ആമേൻ, 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 ആമേൻ. സഹോദരങ്ങളെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിന് മുൻപിലായിരിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വാട്സപ്പ് നമ്പറിലേക്ക് നമ്മുടെ കുടുംബ നിയോഗങ്ങൾ, തകർച്ച, പ്രശ്നങ്ങൾ, അസ്വസ്ഥതകൾ എന്തുമാവട്ടെ നിങ്ങൾക്കത് നിയോഗമായി സെൻഡ് ചെയ്യാം. ഒപ്പം ഈ ലൈവിൽ, ഈ തത്സമയ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് നേരിട്ട് ഫോൺ ചെയ്ത് നിങ്ങളുടെ കുടുംബ പ്രശ്നങ്ങൾ പങ്കുവെക്കുക. ഇവിടെ അത് കേൾക്കാനും പ്രാർത്ഥിക്കാനും ടീം ഷെക്കേന റെഡിയായിട്ടിരിക്കുകയാണ്. ഒപ്പം ലൈവിൽ നിങ്ങൾക്ക് ഫോൺ ചെയ്ത് ഇതുപോലെ നമുക്ക് ആയിരങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളിൽ കർത്താവ് ഇടപെടും. മക്കളെ, നമ്മുടെ കണ്ണുനീര് മറികടന്നു പോകാൻ ഒരിക്കലും നമ്മുടെ കർത്താവിന് സാധിക്കുകയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവിടുത്തെ വിശ്വസ്തനായ ദൈവമാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, നമ്മുടെ കുടുംബങ്ങൾ വലിയ പ്രതിസന്ധിയിലാകുന്നു. എൻ്റെ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തകർച്ചയിലേക്ക് പോകുന്നത്? നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് ശിഥിലീകരിക്കപ്പെടുന്നു. കുടുംബങ്ങളിൽ സമാധാനമില്ല, സ്വസ്ഥതയില്ല, ആനന്ദമില്ല, പങ്കുവെക്കലില്ല, സ്നേഹത്തിൻ്റെ ഒരു ചൂട് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല. എല്ലാം ഒരു നിർജീവത്വം, ഒരു മരണതുല്യമായ അവസ്ഥ. നമുക്ക് ഒന്നും ഒരു ചത്തതിന് തുല്യമായി ജീവിക്കുന്ന ആയിരക്കണക്കിന് കുടുംബങ്ങൾ. പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, എന്തേ നമ്മുടെ കുടുംബങ്ങൾക്ക് ഈ ദുസ്ഥിതി? നമ്മൾ എന്തുകൊണ്ടാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട് നമ്മൾ തകരുന്നത്? പരിശുദ്ധാത്മാവ് ഈ തലങ്ങളിലേക്ക് ദൈവവചനത്തിലൂടെ വെളിച്ചം വീശുകയാണ്. നമ്മുടെ കുടുംബങ്ങളുടെ തകർച്ചയുടെ കാരണം, നമ്മുടെ ബന്ധങ്ങളിൽ നിന്ന് ശിഥിലീകരിക്കപ്പെടുന്നതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ കുടുംബങ്ങളിൽ നടക്കുന്ന ദൈവവചനത്തോടുള്ള ലംഘനമാണ്. ശ്രദ്ധിച്ച് കേട്ടെ നിങ്ങൾ, ദൈവവചനത്തോടുള്ള ലംഘനം, കർത്താവിൻ്റെ വചനത്തോടുള്ള അനുസരണക്കേടുകൾ നമ്മുടെ കുടുംബങ്ങളെ നാശത്തിൽ കൊണ്ടുപോവുകയാണ്. ക്രൈസ്തവ കുടുംബങ്ങളുടെ ആനന്ദം എന്ന് പറയുന്നത് കർത്താവിൻ്റെ വചനമാണ്. നമ്മുടെ കുടുംബങ്ങളെ നിയന്ത്രിക്കേണ്ടത് നമ്മുടെ വികാരങ്ങളും നമ്മുടെ താല്പര്യങ്ങളുമല്ല, ദൈവത്തിൻ്റെ വചനമായിരിക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ ഭരണം നടത്തേണ്ടത് ദൈവവചനമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ സംസ്കാരം എന്ന് പറയുന്നത് നാട്ടു നടപ്പനുസരിച്ച് സംസ്കാരമല്ല, വചനത്തിൻ്റെ കൾച്ചർ,
ദൈവവചനത്തിൻ്റെ സംസ്കാരമാണ് ക്രൈസ്തവ കുടുംബങ്ങളുടെ സംസ്കാരം. അത് ഇവാഞ്ചലൈസേഷൻ, സുവിശേഷവൽക്കരണത്തിൻ്റെ സംസ്കാരമാണ്. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളിൽ ഈ ചൈതന്യം ഉണ്ടാവണം. ദൈവവചനത്തോട് ആര് ധിക്കാരം കാണിക്കുന്നുവോ, ദൈവവചനത്തെ ആര് അതിലംഘിക്കുന്നുവോ, അത് വ്യക്തിയാകട്ടെ, കുടുംബമാകട്ടെ, ഒരു പ്രസ്ഥാനമാകട്ടെ, ദേശമാകട്ടെ, സമൂഹമാകട്ടെ, സഭയാകട്ടെ, ഇന്നല്ലെങ്കിൽ നാളെ അവിടെ കൊടിയ നാശമുണ്ടാകും. അതിൻ്റെ പരിണിത ഫലങ്ങൾ അവർ ആരൊക്കെ തന്നെയാണെങ്കിലും അനുഭവിക്കേണ്ടി വരും. നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയുടെ കാരണം നിരന്തരമായി ദൈവവചനത്തോടുള്ള ലംഘനമാണ് നമ്മുടെ കുടുംബങ്ങളെ ഇന്ന് നാശത്തിൽ കൊണ്ടുപോകുന്നത്. 119 സങ്കീർത്തനം 54 വചനത്തിൽ സങ്കീർത്തകൻ പറയുന്ന മനോഹരമായൊരു വചനമുണ്ട്. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്നിടത്ത് അങ്ങയുടെ വചനങ്ങളായിരുന്നു എൻ്റെ ഗാനം. തീർത്ഥാടകനായി ഞാൻ പാർക്കുന്ന ഈ ലോക ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ കർത്താവേ, അവിടുത്തെ പ്രമാണങ്ങളായിരുന്നു എൻ്റെ ആനന്ദം, എൻ്റെ ഗാനം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളുടെ ആനന്ദം, പ്രിയപ്പെട്ടവരെ, സിനിമയോ സീരിയലോ കോമഡി ഷോയോ റിയാലിറ്റി ഷോയോ, ഈ ലോകത്തിൻ്റെ ഇമ്പങ്ങളോ, ഈ ലോകത്തിൻ്റെ ജഡമോഹങ്ങളോ, ഈ ലോകത്തിൻ്റെ സുഖലോലുപതകളോ ഒന്നും ആകരുത്. ക്രൈസ്തവ കുടുംബങ്ങളുടെ ആനന്ദം ദൈവത്തിന്റെ വചനമാണ്. വേർഡ് ഓഫ് ഗോഡ്, കർത്താവിന്റെ പ്രമാണങ്ങളാണ് ഞങ്ങളുടെ ഗാനം. സങ്കീർത്തകൻ പ്രഖ്യാപിക്കുകയാണ്. അപ്പം നമ്മുടെ കുടുംബങ്ങളുടെ ആനന്ദം എന്താ? ദൈവത്തിൻ്റെ വചനമാണ്. വചനത്തിൻ്റെ മാധുര്യം അനുഭവിച്ച്, വചനത്തിൻ്റെ കൃപയിൽ, വചന അഭിഷേകത്തിൽ നമ്മുടെ കുടുംബങ്ങൾ വളരുമ്പോൾ ആ കുടുംബങ്ങളെ, ആ ബന്ധങ്ങളെ നശിപ്പിക്കാൻ പിശാചിന് സാധിക്കില്ല. കർത്താവിൻ്റെ പ്രോമിസ് എന്താ? തിന്മ നിന്നെ തൊടുകയില്ല, തിന്മ നിന്നെ തൊടുകയില്ല. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരി നിന്നെ സ്പർശിക്കില്ല. നിന്റെ കൂടാരത്തിന് ഒരു ഉപദ്രവം ഏൽക്കുകയില്ല. നിന്റെ ഭവനത്തിന് ഒരു ബാധയും അടിക്കുകയില്ല. കാരണം അവിടെ കർത്താവുണ്ട്, കർത്താവിന്റെ വചനമുണ്ട്. ഹല്ലേലൂയ. ഓ, ആനന്ദത്തോടെ ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതിന് ഉത്തമ ഉദാഹരണമാണ് സക്രിയ എലിസബത്ത് ദമ്പതികളുടെ കുടുംബം. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 6-ാം വചനത്തിൽ ആ കുടുംബത്തിൻ്റെ സവിശേഷത എന്താ? സങ്കീർത്തകൻ പറഞ്ഞ കാര്യമാണ്. അവർ ദൈവത്തിന് മുൻപിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. സഹോദരങ്ങളെ ശ്രദ്ധിച്ച്, നമ്മുടെ കുടുംബങ്ങളെ ബലമുള്ളതാക്കി മാറ്റുന്നത്, നമ്മുടെ കുടുംബങ്ങളെ ഫലദായകമാക്കി മാറ്റുന്നത് ദൈവത്തിൻ്റെ വചനമാണ്, പരിശുദ്ധ വചനമാണ്. സക്രിയ എലിസബത്ത് ദമ്പതികള് കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിച്ചു, വില കൊടുത്തനുസരിച്ചു. ഈ അനുസരണത്തിലൂടെ ആ കുടുംബം ശക്തിപ്പെട്ടു, ആ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു, ആ കുടുംബം അഭിഷേകത്തിൽ നിറയപ്പെട്ടു. സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടോ? തിന്മയ്ക്ക് നമ്മളെ തൊടാൻ പറ്റില്ല. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിന്റെ വചനത്തിന്റെ സാന്നിധ്യമുണ്ടോ? ആ ഭവനങ്ങളിൽ ഒരു ബാധയും ഏൽക്കുകയില്ല. കൂടോത്രമാകട്ടെ, മന്ത്രവാദമാകട്ടെ, ആഭിചാര പ്രവർത്തികളാകട്ടെ, പൈശാചിക രൂപികളും സാത്താന്യ പീഡകളും അന്ധകാര പോരാട്ടങ്ങളുമാകട്ടെ, ഒരു തിന്മയുടെ ശക്തിക്കും നിന്റെ കുടുംബത്തെ തൊടാൻ പറ്റില്ല. കാരണം അവിടെ കർത്താവിന്റെ ജീവനുള്ള വചനമുണ്ട്. ഓ, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. പൈശാചിക പീഡകൾ കുടുംബങ്ങളിൽ വിട്ടൊഴിഞ്ഞു പോകട്ടെ. കുടുംബങ്ങൾ ശുദ്ധീകരിക്കപ്പെടട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് അനോയിന്റഡ് ആകട്ടെ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. ഒരുപാട് ആയിരക്കണക്കിന് പേര് നിയോഗങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി മക്കൾ വിളിക്കുന്നുണ്ട്. നമുക്ക് ഏതാനും ചില കോളുകൾ അറ്റൻഡ് ചെയ്യാം. നമുക്ക് ഈ കോൾ ഒന്ന് ശ്രദ്ധിക്കാം. ഹലോ, ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. ബ്രദർ, എന്റെ മോനും മരുമോളുമായിട്ട് അകന്ന് ജീവിക്കുകയാണ്. എത്ര നാളായി അവർ അകന്ന് ജീവിക്കാൻ തുടങ്ങിയിട്ട്? ഒരു 6 മാസത്തിനുള്ളിലായി. 6 മാസം കഴിഞ്ഞു അല്ലേ? നമുക്ക് പ്രത്യേകം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കേട്ടോ. അവർ സ്നേഹത്തിൽ ഒന്നാകാനും പരസ്പരം സ്നേഹിക്കാനും ഐക്യപ്പെടാനും പരസ്പരം ക്ഷമിക്കുവാനും അംഗീകരിക്കാനുള്ള വലിയ കൃപ
ആ മക്കളിൽ നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കണ്ണീരോടെ സമയം പ്രാർത്ഥിച്ചോ. ഇതുപോലെ അനേകം കുടുംബങ്ങൾ വേദനിക്കുന്നുണ്ട്. ഭാര്യ ഭർത്തൃ ബന്ധം തകർന്നു പോയവർ, നിസാര കാര്യങ്ങളെ പ്രതി അടിപിടി കൂടി ദാമ്പത്യ ബന്ധം തകർന്നു പോയ മക്കൾ, സംശയത്തിൻ്റെ അരൂപി, അതുപോലെ തന്നെ തെറ്റിദ്ധാരണയുടെ അരൂപി, ആശയക്കുഴപ്പത്തിൻ്റെ അരൂപി, അഹങ്കാരത്തിൻ്റെ അരൂപി, ഞാനെന്ന ഭാവത്തിൻ്റെ അരൂപി, ഇതുപോലുള്ള പൈശാചിക പീഡകൾ മൂലം ഒരുപാട് ദാമ്പത്യങ്ങൾ ഇന്ന് തകരുന്നു. നമുക്ക് കരങ്ങൾ ഉയർത്താം, എല്ലാവരും കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഇതുപോലെ വേദനിക്കുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ദാമ്പത്യ ബന്ധങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, ഇവിടെ ദൈവകൃപ ഇറങ്ങട്ടെ, ദൈവത്തിന്റെ തീ കത്തട്ടെ, വചനത്തിന്റെ അഭിഷേകം ഒഴുകട്ടെ. കർത്താവേ, വചനമയച്ച് തകർന്നുപോയി ബന്ധങ്ങൾ സുഖപ്പെടുത്തണമേ. ലോർഡ് ഹീൽ, ഹീൽ ജീസസ്, ഹീൽ ജീസസ്. തകർന്നുപോയ ബന്ധങ്ങൾ സുഖപ്പെടട്ടെ, അത് പുനഃസ്ഥാപിതമാകട്ടെ. സ്നേഹത്തിന്റെ ഐക്യതയുടെ അഭിഷേകം കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. കരമുയർത്തി വിളിക്കുന്നു, യേശുവേ. സ്തുതിക്കുന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ സംഭവിക്കട്ടെ. കുടുംബങ്ങൾ വിശുദ്ധീകരിക്കപ്പെടട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവിന്റെ കൃപ ഇത് അനേകം ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുന്നു. നന്ദി കർത്താവേ, സ്തുതി കർത്താവേ. ലോർഡ് പ്രൊട്ടക്ട്, കുടുംബങ്ങളെ പ്രൊട്ടക്ട് ചെയ്യണമേ, ബന്ധങ്ങൾ അനുഗ്രഹിക്കണമേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ആമേൻ. നമ്മൾ കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധാത്മ തരുന്ന ഈ വചനങ്ങൾ ശ്രദ്ധിക്കണം. ദൈവവചനത്തോടുള്ള ലംഘനങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ? നമ്മൾ വചനത്തെ തിരസ്കരിക്കുന്നുവോ? നമ്മൾ വചനത്തെ മാനിക്കുന്നുണ്ടോ? നമ്മൾ ദൈവവചനത്തിന് ആദരവ് കൊടുത്ത് ഏത് സാഹചര്യത്തിലും വചനം അനുസരിക്കുന്നുണ്ടോ? നമ്മൾ ദൈവത്തിൻ്റെ വചനം പാലിക്കുന്നവരാണോ? നമ്മൾ ആത്മശോധന ചെയ്യും മക്കളെ. കർത്താവ് നമ്മളെ സുഖപ്പെടുത്തും, കർത്താവ് നമ്മളെ വിശുദ്ധീകരിക്കും. അതിനുള്ള സമയമാണ് സ്വർഗം നമുക്ക് തന്നിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിക്കുക, കുടുംബത്തിന് ശക്തി കണ്ടു. വീണ്ടും പരിശുദ്ധ വചനം പറയുന്നു, നിയമാവർത്തന പുസ്തകം 10-ാം അധ്യായം 13-ാമത്തെ വചനം. നിയമാവർത്തനം 10:13 എന്താ വചനം പറയുന്നത്? നിങ്ങളുടെ നന്മയ്ക്കായി ഞാൻ ഇന്ന് നൽകുന്ന കർത്താവിൻ്റെ കൽപ്പനകളും ചട്ടങ്ങളും അനുസരിക്കുക എന്നതല്ലാതെ എന്താണ്? ഇപ്പോൾ ദൈവം നമ്മളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന എന്താണ്? കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും നമ്മൾ കുടുംബമായി പാലിക്കുക, കുടുംബമായി നമ്മൾ അനുസരിക്കുക. ഒഴികഴിവുകൾ പറഞ്ഞ് നമുക്ക് ഇഷ്ടപ്പെട്ട ചിലത് അനുസരിക്കുന്നു, ഇഷ്ടപ്പെടാത്തത് നമ്മൾ തള്ളിക്കളയുന്ന അല്ല സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ വചനം എന്ത് നമ്മോട് പറയുന്നുവോ അതങ്ങ് അനുസരിക്കണം, വചനം പാലിക്കണം. കുടുംബമായി അപ്പനും അമ്മയും മക്കളും ഒരു മനസ്സോടെ ദൈവവചനം പാലിച്ച് ജീവിക്കുമ്പോൾ ആ കുടുംബങ്ങളിലേക്ക് ദൈവകൃപ കടന്നു വരികയാണ്. ആ കുടുംബങ്ങൾ നശിക്കില്ല, അത് തകരാൻ ഒരിക്കലും കർത്താവ് സമ്മതിക്കുകയില്ല. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ദൈവവചനത്തിനോട് ലംഘനം, ആ കുടുംബത്തിൽ അശുദ്ധ പ്രവർത്തികൾ ചെയ്യുക, വ്യഭിചാരം നടന്ന്, 1-ാം പ്രമാണ ലംഘനങ്ങൾ, ദൈവകൽപ്പനയുള്ള ലംഘനങ്ങൾ, മ്ലേച്ഛമായ പ്രവർത്തികൾ, അവിശ്വസ്തതയുടെ പ്രവർത്തികൾ, പാപത്തിൻ്റെ കളങ്കങ്ങൾ നമ്മുടെ കുടുംബങ്ങളിൽ പറ്റുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവസാന്നിധ്യം മങ്ങിപ്പോകും, ദൈവത്തിൻ്റെ കൃപ നീങ്ങിപ്പോകും. ആ കുടുംബങ്ങൾ നാശത്തിൽ നിപതിക്കും, കൊടിയ ദുരിതത്തിൽ അത് കലാശിക്കും. എത്ര കുടുംബങ്ങൾ അങ്ങനെ താറുമാറാകുന്നത്. അപ്പം നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് പല ആഘോഷങ്ങളും അതുപോലെ തന്നെ പല വിധത്തിലുള്ള ആർഭാടങ്ങളൊക്കെ വരുന്നു. ദൈവവചനത്തോട് നമ്മൾ ലംഘനം കാണിക്കരുത്. ആഘോഷങ്ങളുടെ പേരിൽ, ആചാരങ്ങളുടെ പേരിൽ കർത്താവിൻ്റെ വചനത്തെ ധിക്കരിക്കരുത്, ദൈവവചനത്തെ തിരസ്കരിക്കരുത്. കുടുംബമായി എവിടെയും എപ്പോഴും ദൈവവചനത്തെ അനുസരിക്കുക, വചനം പാലിച്ച് ജീവിക്കുക. അവിടെ അനുഗ്രഹമുണ്ട് മക്കളെ, അവിടെ സുരക്ഷിതത്വമുണ്ട്, അവിടെ അഭിഷേകമുണ്ട്. ഒരു ശക്തിക്കും ഒരു തിന്മയ്ക്കും നമ്മുടെ കുടുംബത്തെ തകർക്കാൻ സാധിക്കുകയില്ല. ശ്രദ്ധിക്കുന്നു. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. അതാണ് കർത്താവ് പറയുന്നത്. നിയമാവർത്തന പുസ്തകം 11-ാം അധ്യായം 27-28 വചനങ്ങളിൽ എന്താണ് ആത്മാ പഠിപ്പിക്കുന്നത്? നിയമാവർത്തനം 11, 27, 28. ഇന്ന് ഞാൻ നിങ്ങൾക്ക് നൽകുന്ന നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. കൽപ്പനകൾ അനുസരിച്ചാൽ അനുഗ്രഹം. ദൈവത്തിൻ്റെ വചനം അനുസരിച്ച് ജീവിച്ചാൽ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നു.
അനുസരിച്ചില്ലെങ്കിലോ? അടുത്ത വചനം പഠിപ്പിക്കുകയാണ്. അടുത്ത വചനം എന്താ പറയുന്നത്? അനുസരിക്കുന്നില്ലെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങൾക്ക് ശാപം എന്നാ പറയുന്നത്. നോ ബ്ലെസ്സിങ്, നോ അനോയിന്റിങ്, നോ ഗ്ലോറി. മഹത്വമില്ലാത്ത അവസ്ഥ, അതാണ് കേഴ്സ്, അതാണ് ശാപം. അനുഗ്രഹമില്ലാത്ത അവസ്ഥ, കൃപ പറ്റിപ്പോയ അവസ്ഥ, അഭിഷേകം ഉണങ്ങിപ്പോയ അവസ്ഥ, അതാണ് ശാപഗ്രസ്തമായ അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അനുസരണക്കേട് കാണിച്ച, വചനത്തെ ലംഘിച്ചാൽ, ദൈവവചനത്തോടുള്ള ലംഘനങ്ങൾ അത് ശാപങ്ങളെ കൊണ്ടുവരും. ശാപം എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കരുത്. നോ ഗ്ലോറി, നോ ബ്ലെസ്സിങ്, നോ അനോയിന്റിങ്, അതാണ് ശാപഗ്രസ്തമായ അവസ്ഥ. അനുസരിച്ചാൽ നിനക്ക് അനുഗ്രഹം. അപ്പോൾ നമ്മുടെ കുടുംബങ്ങൾ ബ്ലെസ്സഡ് ആകാൻ മക്കൾ നമ്മൾ ശ്രദ്ധിക്കണം. വചനത്തെ ഇങ്ങോട്ട് നോക്കി വില കൊടുത്ത് അനുസരിക്കണം. നിങ്ങൾ ദൈവവചനത്തെ പ്രമാണിക്കണം. നമ്മുടെ കുടുംബങ്ങൾ ദൈവവചന പ്രകാരം ജീവിക്കണം. കുടുംബമായി വചനം പാലിക്കണം. അസ്വസ്ഥകൾ മാറിപ്പോകുന്നത് കാണാൻ പറ്റും. പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നത് കാണാൻ പറ്റും. തകർച്ചകൾ ഉയർച്ചകളാകും, കണ്ണുനീരുകൾ ആനന്ദമാകും, പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. കുടുംബ ബന്ധങ്ങൾ ശിഥിലീകരിക്കപ്പെട്ട കുടുംബ ബന്ധങ്ങൾ ദൈവകൃപയാൽ അത് പുനരുദ്ധരിക്കപ്പെടും. വലിയ മാറ്റങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മുടെ കുടുംബങ്ങളിൽ പ്രവർത്തിക്കും. എപ്പോഴാണ്? ദൈവവചനം പാലിച്ച് കുടുംബമായി നമ്മൾ ജീവിക്കുമ്പോൾ വലിയ ബ്ലെസ്സിങ് ഉണ്ടാകും. യെശയ്യാ പ്രവചനം 1-ാം അധ്യായം 19-20 വചനങ്ങൾ. ആ വചനം കൂടി നിങ്ങൾ ശ്രദ്ധിച്ച്. യെശയ്യാ പ്രവചനം 1:19. അനുസരിക്കാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കും. അനുസരിക്കാതെ ധിക്കാരം തുടർന്നാൽ വാണിനിരയായിത്തീരും. നിങ്ങൾ നശിച്ചു പോകും, തകർന്നു പോകുമെന്ന് പറയാണ്. അതാണ് നമുക്കൊരു കുടുംബത്തെ കാണാം. സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 2 സാമുവേൽ 3-ാം അധ്യായം 1-ാമത്തെ തിരുവചനം. നിങ്ങൾ ഈ വചനം വളരെ ശ്രദ്ധിക്കണം. എവിടെയാണ് നമുക്ക് കേടുപറ്റിയത്? എവിടെയാണ് നമ്മൾ തകരുന്നത്? വചന അടിസ്ഥാനത്തിൽ ചിന്തിക്കുക. സാവൂളിൻ്റെ ഭവനവും ദാവീദിൻ്റെ ഭവനവും തമ്മിൽ നീണ്ട യുദ്ധം നടന്നു. ദാവീദ് മേൽക്കുമേൽ ശക്തി പ്രാപിച്ച കാരണം അവൻ്റെ കുടുംബത്തിൽ ദൈവവചനമുണ്ടായിരുന്നു. കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും അനുസരിച്ച് ദാവീദ് ജീവിച്ചു, മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു. സാവൂളിൻ്റെ കുടുംബമോ അവൻ അനുസരണക്കേട് കാണിച്ചു, ദൈവകൽപ്പനകളെ ലംഘിച്ചു. അവൻ്റെ കുടുംബമോ അടിക്കടി ക്ഷയിച്ചു വന്നു, അടിക്കടി ക്ഷയിച്ചു വന്നു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് ക്ഷയിച്ച് വരുന്നത് കാരണം എന്താ? ദൈവവചനത്തോടുള്ള ലംഘനം. നമ്മൾ കുടുംബമായി ദൈവവചനത്തെ ധിക്കരിക്കുന്നു. നമ്മൾ വചനം പാലിക്കാതെ നമുക്ക് ബോധിച്ചതുപോലെ നമ്മൾ ജീവിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, കർത്താവിൻ്റെ വേദന നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ കുടുംബങ്ങൾ കൊടിയ തകർച്ചയിൽ പോകുന്നു, മക്കൾ വഴിവിട്ടു പോകുന്നു, ദാമ്പത്യ ബന്ധങ്ങൾ തകരുന്നു, സ്നേഹം തണുത്തു പോകുന്നു, പരസ്പരം പറയുന്ന ഭാഷ മനസ്സിലാക്കാൻ പറ്റുന്നില്ല. നിസ്സാര കാര്യങ്ങളിൽ അടി, ബഹളം, കലഹം, ഭിന്നത. ഇതുമൂലം ക്രൈസ്തവ കുടുംബങ്ങൾ കൊടിയ വിപത്തിലെത്തിയിരിക്കുന്നു. ഈ തകർച്ചയുടെ കാരണം എന്താ? ദൈവവചനത്തോടുള്ള ലംഘനം. വചനം പാലിക്കുന്നില്ല. അപ്പൊ ക്രൈസ്തവ കുടുംബങ്ങളുടെ ആനന്ദവും ശക്തിയും കർത്താവിൻ്റെ വചനമാണ്. ദിസ് ഈസ് എ വേർഡ് ഓഫ് ഗാഡ്. ജീവിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. മനസ്സിലാക്കുന്നവർ ഇരു കരങ്ങൾ ഉയർത്തി കുടുംബങ്ങളെ സമർപ്പിച്ചൊരു 3 പ്രാവശ്യം യേശുവേ എന്ന സ്നേഹത്തോടെ വിളിച്ചേ. ഈശോയേ, ഈശോയേ. ഓ, സ്തുതിക്കുന്നു. ആമേൻ. സഹോദരങ്ങളെ, ഈ നമ്പറിൽ നിങ്ങൾ ഫോൺ ചെയ്യുക കേട്ടോ. ഫോൺ ചെയ്ത് നിങ്ങളുടെ പ്രാർത്ഥന നിയോഗങ്ങൾ ആവശ്യപ്പെടുക. ആ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിൽ ആ നിയോഗങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. നമ്മൾക്ക് ഒന്നിച്ച് ഈ സമയം കർത്താവ് വചനം അയച്ച് അനേകം കുടുംബങ്ങളെ സുഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സത്യം മനസ്സിലാക്കണം. ഒരു വചനം കൂടി ശ്രദ്ധിക്കുക. നിയമാവർത്തനം 11:8. നമ്മുടെ കുടുംബങ്ങൾ ശക്തി പ്രാപിക്കാൻ, കരുത്ത് പ്രാപിക്കാൻ, തകർന്നു പോയ ബന്ധങ്ങളിലൊക്കെ ദൈവശക്തിയുടെ ആ നിറവുണ്ടാകാൻ നമ്മൾ എന്ത് ചെയ്യണം? എന്താ വചനം പഠിപ്പിക്കുന്നത്? ഞാൻ ഇന്ന് തരുന്ന കൽപ്പനകളെല്ലാം നിങ്ങൾ അനുസരിക്കണം, എങ്കിൽ മാത്രമേ നിങ്ങൾ ശക്തരാവുകയുള്ളൂ. അപ്പോൾ എന്തുകൊണ്ട് നമ്മുടെ കുടുംബങ്ങൾ ഇന്ന് അടിക്കടി ക്ഷയിച്ചു വരുന്നത്? ഒരു ക്ഷയം സംഭവിക്കുന്നു. നമ്മുടെ കുടുംബങ്ങൾ ദുർബലമാകുന്നു, നമ്മുടെ സമുദായം ദുർബലമാകുന്നു. എന്തുകൊണ്ടാ? ദൈവവചനത്തോടുള്ള ലംഘനം. കൂട്ടമായി നമ്മൾ വചനത്തെ ധിക്കരിക്കുന്നു, നമ്മൾ വചനത്തോട് ധിക്കാരം കാണിക്കുന്നു.
അത് നമ്മളെ നാശത്തിലെത്തിക്കുന്നു, നമ്മളെ ക്ഷയത്തിലെത്തിക്കുന്നു. എത്ര കൃത്യമാണ് ദൈവത്തിൻ്റെ വചനം. ബാറൂക്കിന്റെ പുസ്തകം 2:5 പ്രവാസത്തിലായിരുന്ന ജനം ഹൃദയ തകർച്ചയോടെ നിലവിളിച്ചുകൊണ്ട് ഏറ്റുപറയുക. എന്താണ് ഏറ്റുപറയുന്നത്? ഞങ്ങളുടെ ദൈവമായ കർത്താവിന്റെ സ്വരം ശ്രവിക്കാതെ ഞങ്ങൾ അവിടത്തേക്കെതിരായി പാപം ചെയ്തതിനാൽ ഉന്നതി പ്രാപിക്കാതെ നിലം പറ്റി. ദൈവമേ, എന്തുമാത്രം ഒരു കൊടിയ തകർച്ചയാണിത്. ഉന്നതി പ്രാപിക്കാൻ ഞങ്ങൾ നിലം പറ്റിപ്പോയി. എന്ത് തകർച്ചയുടെ കാരണം? ഞങ്ങൾ ദൈവത്തിനെതിരെ പാപം ചെയ്തു. കർത്താവിന്റെ സ്വരം ശ്രവിച്ചില്ല, കർത്താവിന്റെ വചനത്തിന് ചെവി കൊണ്ടില്ല, വചനത്തെ അനുസരിച്ചില്ല, ദൈവവചനത്തെ ആദരിച്ചില്ല. ഞങ്ങൾ വചനത്തെ ലംഘിച്ചു, വചനത്തോട് ധിക്കാരപൂർവമായ അനുസരണക്കേട് കാണിച്ചു. തന്മൂലം ഉന്നതി പ്രാപിക്കാതെ ഞങ്ങൾ നിലം പറ്റി. എത്ര കുടുംബങ്ങൾ നിലം പറ്റി കിടക്കുന്നത്, എത്ര കുടുംബങ്ങളെ താറുമാറായിരിക്കുന്നത്. സഹോദരങ്ങളെ, ദൈവകൃപ കടന്നു വരുവാൻ, കുടുംബങ്ങളിൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുവാൻ, നമ്മുടെ കുടുംബങ്ങൾ കർത്താവിന്റെ വചനത്താൽ സുഖപ്പെടുവാൻ, സൗഖ്യം പ്രാപിക്കുവാൻ ചങ്ക പൊട്ടി നിലവിളിച്ച് പ്രാർത്ഥിക്കുക. തലമുറകൾക്ക് വേണ്ടി നിലവിളിക്കുക, കുടുംബങ്ങൾക്ക് വേണ്ടി നിലവിളിക്കുക. അതിനുള്ള സമയമാണിത്. കർത്താവേ, സ്തുതിക്കുന്നു. കരുണ ചൊരിയണമേ, കുടുംബങ്ങളെ സുഖപ്പെടുത്തണമേ. ഹീൽ ജീസസ്. നന്ദി കർത്താവേ. നമുക്കൊരു കോൾ അറ്റൻഡ് ചെയ്യാം. കർത്താവേ, നന്ദി. ഹല്ലേലൂയ. ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞോ. എന്റെ പേര് ജെയിംസ്. എന്താണ് ജെയിംസ്, പറഞ്ഞോ. എന്ത് വിഷയത്തിലൂടെ പ്രാർത്ഥിക്കണ്ടേ? ഞാൻ പാർലിക്കാടായിരുന്നു എന്റെ വീട്. ഞാൻ ഇപ്പൊ താമസിക്കുന്നത് ഇവിടെയാണ്, കാസർഗോഡ് ജില്ലയിൽ കാലിക്കാട്. ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയം പെട്ടെന്ന് പറ, കാരണം നമുക്ക് ഒത്തിരി കോളുകൾ വരണം. വിഷയം ഷോർട്ടായി, 1 മിനിറ്റിനുള്ളിൽ പറ. മകന് 35 വയസ്സോളം. ഇതുവരെ മകന്റെ വിവാഹം നടന്നിട്ടില്ല. അവന് വിദ്യാഭ്യാസം കുറവാണ്. അപ്പൊ ആ പേര് പണ്ട് വിവാഹം നടക്കുന്നില്ല. ഓക്കെ. അത് നമുക്ക് ഒരു വേദനയായി മാറിയിരിക്കുന്നു. ഞങ്ങൾക്ക് റോഡിൽ നിന്ന് ഞങ്ങൾക്ക് വീട്ടിലേക്ക് ഒരു 100 മീറ്ററോളം നടക്കണം. ഒരു നല്ലൊരു വഴിയില്ല, അതായത് ഒരു വണ്ടി കടന്നു വരാനുള്ള വഴിയില്ല. നടന്നിട്ട് പിന്നെ വരണം. നമുക്ക് പ്രാർത്ഥിക്കാം കേട്ടോ, ഈ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാം. വിവാഹ തടസ്സം മാറട്ടെ, അങ്ങനെ കുടുംബത്തിൽ ആനന്ദം ഉണ്ടാവട്ടെ, സമാധാനം ഉണ്ടാകട്ടെ. കുടുംബത്തിന് ആവശ്യമായ നന്മകൾ ദൈവത്തിൻ്റെ ആത്മ പ്രദാനം ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഇതുപോലെ വിവിധ നിയോഗങ്ങളുമായി കണ്ണുനീരോടെ ശുശ്രൂഷയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന 10,000-കണക്കിന് കുടുംബങ്ങളുണ്ട്. വിവിധ ദേശങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ, വിവിധ ഇടങ്ങളിലായിരുന്ന് 10,000-കണക്കിന് കുടുംബങ്ങളാണ് ഈ ലൈവ് ശുശ്രൂഷയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നത്. സഹോദരങ്ങളെ, കരം ഉയർത്തിപ്പിടിച്ച് എല്ലാവരും കരങ്ങൾ ഉയർത്തിക്കേ. ഇതാ ദൈവകൃപ ഇറങ്ങുന്ന സമയം, കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുന്ന സമയം. തന്റെ വചനമയച്ച് അനേകം കുടുംബങ്ങൾ, നിയോഗങ്ങളെ കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. നമ്മൾ ഒന്നിച്ച് വിളിക്കുന്നു, യേശുവേ, ഇരിക്കുന്ന ദൈവമേ, കൃപൊടുകട്ടെ, കെട്ടുപൊട്ടട്ടെ, ദുഃഖങ്ങൾ ഒടിയട്ടെ. അഭിഷേകമിറങ്ങട്ടെ. Lord bless. സ്തുതിക്കുന്നു. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. ദേശത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും, ഭവനത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. ദേശത്തിൽ ഞാൻ എന്റെ കുടുംബത്തിൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. എന്റെ വീട്ടിൽ ആഹാരം മുടങ്ങുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ വീട്ടിൽ ആഹാരം കുറയുകില്ല, ആവശ്യങ്ങളൊന്നും മുടങ്ങുകില്ല. എന്റെ ദൈവത്താൽ നിശ്ചയം അനുഗ്രഹം പ്രാപിച്ചിടും ഞാൻ. തന്റെ വചനം പോലെ ഞാൻ ചെയ്യും, തന്റെ വഴിയിൽ തന്നെ നടക്കും. തന്റെ വഴിയിൽ തന്നെ
ഈശോ ഈശോ ഈശോ. നന്ദി കർത്താവേ. ആമേൻ. സഹോദരങ്ങളെ, രണ്ടാമതായി നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ കുടുംബങ്ങൾ തകർന്നു പോകുന്നതിൻ്റെ, നമ്മുടെ കുടുംബങ്ങൾ നാശത്തിൽ നിബന്ധിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട മറ്റൊരു കാരണം കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി. കുടുംബ പ്രാർത്ഥന അനേകം കുടുംബങ്ങളിൽ അറ്റുപോയി. പ്രാർത്ഥനയില്ല പ്രിയപ്പെട്ടവരെ. ക്രൈസ്തവ കുടുംബങ്ങളിൽ ഇന്ന് പ്രാർത്ഥന ഉയരുന്നില്ല, ദൈവാരാധനയില്ല. ആരാധനയുടെയും പ്രാർത്ഥനയുടെയും വെളിച്ചം കെട്ടുപോയ, കൂരിരുട്ടിൽ ആണ്ടുപോയ ക്രൈസ്തവ കുടുംബങ്ങൾ. നമ്മുടെ നാശത്തിൻ്റെ മറ്റൊരു കാരണം അതാണ്. 127 സങ്കീർത്തനം 1 വചനത്തിൽ ആത്മാവ് പഠിപ്പിക്കുകയാണ്. നമുക്ക് സുപരിചിതമായ വചനമാണ്. ആ വചനം ശ്രദ്ധിച്ച്, കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വ്യർത്ഥമാണ്. കർത്താവ് നഗരം കാക്കുന്നില്ലെങ്കിൽ കാവൽക്കാർ ഉണർന്നിരിക്കുന്നതും വ്യർത്ഥം. എൻ്റെ സഹോദരങ്ങളെ, നമ്മുടെ ഭവനം പണിയേണ്ടത് പണം കൊണ്ടല്ല, ഈ ലോകത്തിൻ്റെ വസ്തുക്കൾ കൊണ്ടല്ല. നമ്മുടെ ഭവനം പണിയപ്പെടേണ്ടത് ഈ ലോകത്തിൻ്റെ ലൗകികമായ മാനദണ്ഡം കൊണ്ടല്ല. കുടുംബത്തെ സ്ഥാപിച്ച ദൈവമായ കർത്താവാണ് നമ്മുടെ കുടുംബങ്ങളെ പണിയേണ്ടത്. ദൈവവചനത്താൽ പണിയപ്പെടുന്ന കുടുംബങ്ങൾ എത്ര ബ്ലെസ്സഡാണ്, എത്ര അനുഗ്രഹീതമാണ്. ദൈവകൃപയാൽ പണിതുയർത്തപ്പെടുന്ന ഓരോ കുടുംബവും എത്ര ഫലദായകമാണ്, എന്തുമാത്രം ഫ്രൂട്ട്ഫുള്ളാണ് കർത്താവിൻ്റെ സഭയിലും ഈ ലോകത്തിലും. നമ്മുടെ ഭവനങ്ങൾ പണിയപ്പെടേണ്ടത് കർത്താവിൻ്റെ വചനപ്രകാരമാണ്, പ്രാർത്ഥനയിലാണ്, ദൈവാരാധനയിലാണ് നമ്മുടെ കുടുംബങ്ങൾ ബിൽഡ് ചെയ്യപ്പെടേണ്ടത്. സഹോദരങ്ങളെ, ഞാൻ സ്നേഹത്തോടെ ചോദിക്കട്ടെ, ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? പലരും പണം കൊണ്ട് കുടുംബത്തെ പണിയുന്നത്. പണമുണ്ടാക്കാൻ ഓടുകയെ, പ്രാർത്ഥനയ്ക്ക് നേരമില്ല, ആരാധനയ്ക്ക് നേരെയില്ല, വചനം ഭക്ഷിക്കാൻ, വചനം വായിച്ച് കുടുംബമായി വചനത്തെ ആദരിക്കുവാൻ നമുക്ക് സമയമില്ല. പണത്തിൻ്റെ പുറകെ പല കുടുംബങ്ങളിൽ നിന്ന് പണിയപ്പെടുന്നത് ലൗകിക സുഖഭോഗങ്ങളിലാണ്. ഈ ലോകത്തിൻ്റെ സുഖപ്രകാരമാണ് ക്രൈസ്തവ കുടുംബങ്ങളിൽ നിന്ന് പണിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ ലോകം പോകുന്നത് പോലെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് പണിയപ്പെടുന്നു. ഈ ലോകത്തിൻ്റെ ഭോഗേച്ഛകൾ, ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ നിറങ്ങൾ, ലോകത്തിൻ്റെ മ്ലേച്ഛതകൾ, ഇതെല്ലാം നമ്മുടെ കുടുംബങ്ങളിലേക്ക് കടന്നു വരുന്നു. കാരണം എന്താ? പ്രാർത്ഥനയില്ല, ആരാധനയില്ല. അവിടെ ആത്മാവിൻ്റെ വെളിച്ചമില്ല, ഇരുട്ടാണ്, അന്ധകാരമാണ്. സംഗതി നല്ല പ്രകാശമുണ്ട്, നല്ല മനോഹരമായ ബൾബുകൾ, ലൈറ്റുകൾ, കണ്ണഞ്ചിപ്പിക്കുന്ന ലൈറ്റുകൾ, ലക്ഷക്കണക്കിന് രൂപയുടെ വിലപിടിപ്പുള്ള LED വളരെ കളർഫുള്ളായ ലൈറ്റുകളുണ്ട്, ബാഹ്യമായി വെളിച്ചമുണ്ട്. എന്നാൽ നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ വെളിച്ചം കെട്ടുപോയി. എന്തേ തകർച്ചയുടെ കാരണം? ദൈവാരാധനയില്ല, നോ വർഷിപ്പ്, നോ പ്രയർ. പ്രാർത്ഥനയില്ല മക്കളെ. സിനിമയും കോമഡി ഷോയും റിയാലിറ്റി ഷോയും ക്രിക്കറ്റും അതുപോലെ തന്നെ മറ്റടിപൊളികളും ഇതെല്ലാം കണ്ട് കർത്താവിന് കൊടുക്കേണ്ട സമയം നമ്മൾ ഇത്തരത്തിലുള്ള ലൗകികമായ സുഖഭോഗങ്ങൾക്കായി നമ്മൾ കൊടുക്കുന്നു. നമ്മുടെ ഭവനങ്ങളെ കർത്താവ് പണിയുവാനായി ഇറങ്ങി വരുന്ന സമയം അതാത് കുടുംബങ്ങളുടെ പ്രാർത്ഥനയുടെ സമയമാണ്. കുടുംബ പ്രാർത്ഥനയിലാണ് നമ്മുടെ കുടുംബങ്ങൾ പണിയപ്പെടുന്നത്. ഉൽപ്പത്തിയുടെ പുസ്തകം 13:18 എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു വചനമാണത്. നമ്മുടെ അബ്രഹാം പിതാവ് മാമറയുടെ ഓക്കുമരത്തോപ്പിലേക്ക് തൻ്റെ കൂടാരം അബ്രഹാം മാറ്റുകയാണ്. ആ മാമറയുടെ ഓക്കുമരത്തോപ്പിൽ അബ്രഹാം എന്തു ചെയ്തു? അവിടെ അവൻ കർത്താവിനൊരു ബലിപീഠം നിർമ്മിച്ചു. മാമറയുടെ ഓക്കുമരത്തോപ്പിൽ തൻ്റെ കൂടാരം നിർമ്മിക്കുമ്പോൾ കർത്താവിനായി അവനൊരു ബലിപീഠം പണിത് അവൻ കുടുംബമായി ദൈവത്തെ ആരാധിച്ചു. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന അബ്രഹാമിൻ ദൈവത്തിനാരാധന. ചേർത്ത് പാടിക്കേ. മമ്രയുടെ തോപ്പിൽ ഇറങ്ങി വന്ന ആമേൻ അബ്രഹാമിൻ ദൈവത്തിൽ ആരാധന. ആ മാമറയുടെ ഓക്കുമര തോപ്പിലേക്ക് കർത്താവിന്റെ മഹത്വം ഇറങ്ങി.
ദൈവത്തിന്റെ തേജസ് അവിടെ എല്ലാം നിറഞ്ഞു. ആമേൻ, ആമേൻ. അബ്രഹാമിന്റെ കൂടാരത്തിൽ കർത്താവ് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. കർത്താവിന്റെ പ്രസൻസ് ഉണ്ടായിരുന്നു. യേശുവേ. ആയതിനാൽ കുടുംബം അനുഗ്രഹിക്കപ്പെട്ടു. ആ കുടുംബം ബ്ലെസ്സഡ് ആയി. മക്കളെ, നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്, ആരാധനയിലൂടെയാണ്. വീണ്ടും ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 33-ാം വചനത്തിൽ പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നു, അബ്രഹാം ബേർഷബയിൽ ഒരു ബാനകവൃക്ഷം നട്ടുപിടിപ്പിക്കുകയും നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തുകയും ചെയ്തു. നിത്യദൈവമായ കർത്താവിൻ്റെ നാമത്തിൽ ആരാധന നടത്തി. ബാനകവൃക്ഷം നട്ടുപിടിപ്പിച്ച് തൻ്റെ കൂടാരത്തിൽ അവൻ നിത്യനായ ദൈവത്തിൻ്റെ നാമത്തിൽ ആരാധിക്കുകയാണ്. തന്നെ രൂപപ്പെടുത്തിയ, തന്നെ തെരഞ്ഞെടുത്ത തൻ്റെ കർത്താവിനെ കുടുംബമായി ആരാധിക്കുകയാണ്. ആ കുടുംബത്തിൽ ദൈവമഹത്വം ഇറങ്ങി വന്നു. ദൈവ തേജസ് അവിടെ ഉണ്ടായി. ഞാൻ ആത്മാർത്ഥമായി ചോദിച്ചു, നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് കർത്താവിൻ്റെ റിയൽ പ്രസൻസ് ഉണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുണ്ടോ? നമ്മുടെ കുടുംബങ്ങളിൽ ആത്മാവിൻ്റെ പരിവർത്തനമുണ്ടോ? സഹോദരങ്ങളെ, ചത്തതിന് തുല്യമായി, മരണതുല്യമായി കഴിയുന്ന ആയിരക്കണക്കിന് ക്രൈസ്തവ കുടുംബങ്ങളുണ്ട്. പങ്കുവെക്കലും സ്നേഹവും കൂട്ടായ്മയും ചിരിയും കളിയും സന്തോഷവും ഒന്നുമില്ല. സിമിത്തേരിക്ക് തുല്യമായ ഒരവസ്ഥ. ശ്രദ്ധിക്കണമേ, ഈ തകർച്ചയുടെ കാരണം നമ്മളൊരു തീരുമാനമെടുക്കണം. നമ്മുടെ ബന്ധങ്ങളും കുടുംബങ്ങളും അനുഗ്രഹിക്കപ്പെടാൻ കുടുംബമായി പ്രാർത്ഥിക്കുക. കർത്താവിനെ ആരാധിക്കുക. കുടുംബമായിട്ട് ദൈവാരാധന നടത്തുക. പരിശുദ്ധ ജപമാല ചൊല്ലി അമ്മ മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുക. എൻ്റെ സഹോദരങ്ങളെ, കുടുംബങ്ങൾ ദൈവത്തിൻ്റെ വചനം ഉച്ചത്തിൽ വായിക്കുക, അത് പ്രഖ്യാപിക്കുക. ആ കുടുംബങ്ങളിൽ ദൈവശക്തി ഇറങ്ങും. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെയെല്ലാം നിറഞ്ഞു നിൽക്കും. കർത്താവിൻ്റെ മഹത്വം ആ കുടുംബങ്ങളെ ആവരണം ചെയ്യും. കർത്താവിൻ്റെ ഗ്ലോറി ആ കുടുംബങ്ങളെ പൊതിഞ്ഞു നിൽക്കും, ചൂട് നിൽക്കും. ഒരു തിന്മയ്ക്കും നമ്മളെ അടിക്കുവാനോ തകർക്കുവാനോ സാധിക്കുകയില്ല. കുടുംബ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയി നമ്മുടെ കുടുംബങ്ങളിൽ. ഇത് തിരിച്ചു പിടിക്കണം സഹോദരങ്ങളെ. മൂന്നാമത് നമ്മൾ ശ്രദ്ധിക്കുക. പരിശുദ്ധ കുദാശകളോടുള്ള അവഗണനയാണ്. പരിശുദ്ധ കുദാശകളോടുള്ള അവഗണന. ക്രൈസ്തവ കുടുംബങ്ങൾ നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ ബന്ധങ്ങൾ അത് മഹത്വപൂർണമാകണമെങ്കിൽ, പ്രിയ ദൈവത്തിൻ്റെ പൈതലേ, പരിശുദ്ധ കുദാശകളെ സ്നേഹിച്ച് അനുഭവിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറണം. നമ്മുടെ ശക്തി സ്രോതസ് എന്ന് പറയുന്നത് പരിശുദ്ധ വചനം, പരിശുദ്ധ കുർബാന, പരിശുദ്ധ കുംഭസാരം, പരിശുദ്ധാത്മാവ്, അമ്മ മാതാവ്, വിശുദ്ധരുടെ കൂട്ടായ്മ. ഇതൊക്കെയാണ് നമ്മുടെ സമ്പന്നത എന്ന് പറയുന്നത്. നമുക്കിന്ന് അതൊക്കെ കൈമോശം വന്ന് പോയതാണ് നമ്മുടെ കൊടിയ തകർച്ചയുടെ കാരണം. നമ്മുടെ കുടുംബങ്ങളിൽ പരിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമുണ്ടോ? നമ്മുടെ കുടുംബങ്ങൾ ദിവ്യകാരുണ്യത്തിൻ്റെ കുടുംബങ്ങളാണോ? പരിശുദ്ധ കുർബാനയുടെ ഭവനങ്ങളാണോ? നാം നമ്മോട് ചോദിക്കേണ്ട സമയമാണിത്. ചോദിക്കേണ്ട സമയമാണ് മക്കളെ. പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളെങ്കിൽ ഒരു തിന്മയ്ക്കും നമ്മുടെ കുടുംബങ്ങളെ തകർക്കാൻ സാധിക്കില്ല. കർത്താവ് അനുവദിക്കില്ല. കർത്താവ് ഒരു നാളും സമ്മതിക്കില്ല. ഇത് പ്രോമീസാണ്. വാഗ്ദാനങ്ങൾ വിശ്വസ്തനാണ് നമ്മുടെ ദൈവം. വിശ്വസിക്കുന്ന ഉച്ചത്തിൽ ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ. ഹല്ലേലൂയ. പഴയ നിയമഭാഗത്ത് സാമുവേൽ പ്രവാചകൻ 2-ാം പുസ്തകം 6-ാം അധ്യായത്തിലെ മനോഹരമായൊരു വചനം കാണാൻ പറ്റും. അവിടെ 9-ഉം 10-ഉം വചനങ്ങൾ, 10-11 വചനങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. എന്താണ് പരിശുദ്ധ വചനം പറയുന്നത്? പേടകം ദാവീദിൻ്റെ നഗരത്തിലേക്ക് കൊണ്ടുവരാൻ അവന് മനസ്സ് വന്നില്ല. ദാവീദിന്റെ നഗരത്തിലേക്ക് കർത്താവിൻ്റെ പേടകം കൊണ്ടുവരാൻ ദാവീദിന് മനസ്സ് വന്നില്ല. ദാവീദ് അത് ഹിത്യനായ ഓബാദ് ഏദോമിൻ്റെ വീട്ടിൽ സ്ഥാപിച്ചു. കർത്താവിൻ്റെ പേടകം അവിടെ 3 മാസം ഇരുന്നു. കർത്താവ് ഓബദ് ഏദോമിനെയും കുടുംബത്തെയും അനുഗ്രഹിച്ചു.
കർത്താവിൻ്റെ പ്രസൻസ്, കർത്താവിൻ്റെ പേടകം, അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ പേടകമാണ്. ഇന്നത് പരിശുദ്ധ കുർബാനയാണ്, ദിവ്യകാരുണ്യമാണ്. സഹോദരങ്ങളെ, പരിശുദ്ധ കുർബാനയെ സ്നേഹിക്കുന്ന കുടുംബങ്ങളാണ് നമ്മുടെ കുടുംബങ്ങളെങ്കിൽ അവിടെ കർത്താവിൻ്റെ സാന്നിധ്യമുണ്ട്. പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട ജീവിതങ്ങളും കുടുംബങ്ങളുമാണ് നമ്മുടേതെങ്കിൽ അവിടെ കർത്താവിൻ്റെ റിയൽ പ്രസൻസ് ഉണ്ട്. ആ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടും. ഏത് തകർച്ചയിലും കർത്താവ് ആ കുടുംബങ്ങളെ പടുതുയർത്തും. എത്ര കൊടിയ ദുരിതത്തിലാണെങ്കിലും ആ കുടുംബങ്ങൾക്ക് ആശ്വാസം ഉണ്ടാകും. എന്തൊക്കെ കഠോരമായ പീഡകളും ദുരിതങ്ങളും ദുരന്തങ്ങളും പരാജയങ്ങളും ഉണ്ടെങ്കിലും ആ കുടുംബങ്ങളെ കർത്താവ് പടുത്തുയർത്തും. കാരണം അവിടെ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട്. പ്രസൻസ് ഓഫ് ഗാഡ്, പ്രസൻസ് ഓഫ് ഗാഡ്. കർത്താവേ, ഒരു നിമിഷം നിങ്ങളൊന്ന് കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്. ആ വരികൾ പാടി നമ്മൾ കർത്താവിനെ ഒന്ന് വിളിക്കാൻ ഒന്ന് കരങ്ങൾ കോർത്ത് പിടിക്കുക. ഇതാ അനേകം കുടുംബങ്ങളിലേക്ക് ദൈവ സാന്നിധ്യം ഇറങ്ങുന്ന സമയമാണ്. നമ്മുടെ കുടുംബങ്ങളിലുള്ള കലഹത്തിന്റെ, മാത്സര്യത്തിന്റെ, അഹങ്കാരത്തിന്റെ, സംശയത്തിന്റെ, തെറ്റിദ്ധാരണകളുടെ, ആശയക്കുഴപ്പത്തിന്റെ, ഞാൻ എന്ന ഭാവത്തിന്റെ, സ്നേഹരാഹിത്യത്തിന്റെ എല്ലാ പൈശാചിക പീഡകളും കർത്താവിന്റെ സാന്നിധ്യത്തിന്റെ പ്രഭയാൽ നിർവീര്യമാകുന്ന സമയം കരങ്ങൾ കോർത്തു പിടിച്ച് കണ്ണുനീരോടെ അപ്പാ അപ്പാ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് സാന്നിധ്യം ഇറങ്ങട്ടെ. ദൈവ സാന്നിധ്യം, ദൈവ സാന്നിധ്യം. ഓബാദ് ഏദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ, ബന്ധങ്ങളെ അനുഗ്രഹിക്കണമേ. മാതാപിതാക്കൾ, മക്കൾ, ഭാര്യ, ഭർത്താവ്, സഹോദരി സഹോദര ബന്ധങ്ങൾ കർത്താവേ അവിടുന്ന് ആശീർവദിക്കണമേ. ലോർഡ് ബ്ലെസ്, ബ്ലെസ്, ബ്ലെസ് ലോർഡ്. ആമേൻ. കരകൾ കോർത്ത് പിടിച്ച് കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ച് ഒന്നിച്ച് പാടി പ്രാർത്ഥിക്കുകയാണ്. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലാ. തിരുസൗന്ദര്യം ദർശിക്കുന്നു കണ്ണുകളാലേ, തിരുസൗരഭ്യം കണ്ണുകളാലേ. ഈ തോട്ടത്തിൽ പരിശുദ്ധനുണ്ട്, നിശ്ചയമായും തൻ കാലൊച്ച ഞാൻ കേൾക്കുന്നുണ്ട് കാതുകളിലായി. തിരുസാന്നിധ്യം പരക്കുന്നുണ്ട് അന്തരീക്ഷത്തിൽ, തിരുസൗന്ദര്യം ഞാൻ ദർശിക്കുന്ന കണ്ണുകളാലേ. അപ്പാ കൃപയുടെ ഉറവിടമേ, കൃപയുടെ ഉടയവനേ ഈശോ. അപ്പാ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, കുടുംബങ്ങൾ സുഖപ്പെടട്ടെ, ശുദ്ധീകരിക്കപ്പെടട്ടെ. കൃപ വേണമപ്പ, കൃപ വേണമപ്പ, കൃപ വേണമപ്പ. മക്കൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് കൃപ വേണം അപ്പാ, അപ്പാ കൃപ വേണം, കൃപ വേണം, കൃപ തരണമേ മക്കൾക്ക്, 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 മക്കൾക്ക്. ആമേൻ. നിറഞ്ഞ മനസ്സോടെ ആമേൻ പറഞ്ഞേ. ആമേൻ. ഓബാദ് ഏദോമിന്റെ കുടുംബത്തെ അനുഗ്രഹിച്ച ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ ബന്ധങ്ങളെ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. കൊടിയ തകർച്ചകളിൽ നമ്മുടെ കുടുംബങ്ങളെ പുനരുദ്ധരിക്കുന്നു, പടുത്തുയർത്തുന്നു. കർത്താവിനോട് നന്ദി പറയാ, നന്ദി പറയാ, നന്ദി പറയാ. താങ്ക് യു ജീസസ്. പരിശുദ്ധ കുർബാനയും പരിശുദ്ധ കുംഭസാരവും നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകണം. മാതാപിതാക്കളെ അതിൽ അതീവ ജാഗ്രത വേണം. നമ്മുടെ മക്കളെ അതിനായി പ്രോത്സാഹിപ്പിക്കണം, അതിനായി അവർ ഒരുക്കണം. പരിശുദ്ധ കുദാശകൾ, പ്രത്യേകമായി പരിശുദ്ധ കുർബാനയുടെ നിറസാന്നിധ്യം നമ്മുടെ ജീവിതങ്ങളിൽ, കുടുംബങ്ങളിൽ ഉണ്ടെങ്കിൽ ഒരു തിന്മയ്ക്ക് നമ്മളെ അടിക്കാൻ സാധിക്കുകയില്ല. ആദിമസഭയുടെ വിജയവും, ആദിമസഭയിലെ കുടുംബങ്ങൾ ആത്മാവിൻ്റെ തീയായിരുന്നു. സഭയുടെ കുടുംബങ്ങൾ, അതിൻ്റെ ഒരു പ്രധാന കാരണം അവർ പരിശുദ്ധ കുർബാനയെ സ്നേഹിച്ച, പരിശുദ്ധ കുർബാനയിൽ കെട്ടപ്പെട്ട അധിഷ്ഠിതമായ കുടുംബങ്ങളായിരുന്നു ആദിമസഭയിലെ കുടുംബങ്ങൾ.
അപ്പോസ്തല പ്രവൃത്തി 2:42 എന്താ നമ്മെ പഠിപ്പിക്കുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ പ്രബോധനം, കൂട്ടായ്മ, അപ്പം മുറിക്കൽ, പ്രാർത്ഥന എന്നിവയിൽ സദാ താല്പര്യപൂർവ്വം അപ്പം മുറിക്കൽ അത് പരിശുദ്ധ കുർബാനയാണ്. അത് പരിശുദ്ധ കുർബാനയാണ്. അതിൽ സദാ താല്പര്യപൂർവ്വം പങ്കുചേർന്നു. അവർ ബ്ലെസ്സഡായി, അവർ അനോയിൻറ്റഡായി, അവർ വളരെ പവർഫുള്ളായി. എന്താ അതിൻ്റെ കാരണം? ദിവ്യകാരുണ്യ സാന്നിധ്യം, കർത്താവിൻ്റെ ജീവനുള്ള സാന്നിധ്യം. അപ്പോസ്തല പ്രവർത്തനം 2:47 ആ വചനം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചേ. അവർ ഏക മനസ്സോടെ താല്പര്യപൂർവ്വം അനുദിനം ദേവാലയത്തിൽ ഒന്നിച്ചുകൂടുകയും ഭവനം തോറും അപ്പം മുറിക്കുകയും ഹൃദയ ലാളിത്യത്തോടും ആഹ്ലാദത്തോടും കൂടെ ഭക്ഷണത്തിൽ പങ്കുചേരുകയും ചെയ്തിരുന്നു. അനുദിനം അവർ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടി ഭവനം തോറും അപ്പം മുറിക്കുക. അത് പരിശുദ്ധ കുർബാനയുടെ അനുഭവമാണ്. അവർ കർത്താവിൻ്റെ രക്തശരീരങ്ങൾ ഉൾക്കൊണ്ടു. കർത്താവിൻ്റെ ചങ്ക നമ്മൾ ഭക്ഷിക്കുന്നത്. കർത്താവിൻ്റെ ചങ്കിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ രക്തത്തിൻ്റെ സാന്നിധ്യം, പരിശുദ്ധ ശരീരത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ നിറയപ്പെടുമ്പോൾ നമുക്കറിയാം, ആ മീൻ്റെ ചങ്കും കല്ലിട്ട് പുകച്ചപ്പോൾ, ആ പുക, ആ മണമേറ്റപ്പോൾ അസ്സമുദൂസ് എന്ന് പറയുന്ന ദുഷ്ടപിശാച് ഈജിപ്തിൻ്റെ അങ്ങേ അറ്റത്തേക്ക് പലായനം ചെയ്തുവെന്ന് പരിശുദ്ധ വചനം പഠിപ്പിക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോകും. കലഹത്തിൻ്റെ പീഡ, വെറുപ്പിൻ്റെ പീഡ, തെറ്റിദ്ധാരണകളുടെ പീഡ, ആശയക്കുഴപ്പത്തിൻ്റെ, സംശയത്തിൻ്റെ എല്ലാവിധത്തിലുള്ള പൈശാചിക പീഡകൾ വിട്ടൊഴിഞ്ഞു പോയി നമ്മുടെ കുടുംബങ്ങൾ കൃപയുടെയും അഭിഷേകത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും കുടുംബങ്ങളായി മാറും. സഹോദരങ്ങളെ, ഈ സത്യം കുടുംബമായി നമ്മൾ ദിവ്യകാരുണ്യമായി ഈശോയെ ആരാധിക്കുക. നമ്മളിതൊക്കെ പ്രോത്സാഹിപ്പിക്കണം. തകർച്ചകൾ മാറും. നമ്മൾ പ്രതീക്ഷിക്കാത്ത വിധത്തിൽ കർത്താവിൻ്റെ ശക്തി ഇറങ്ങും. ഇതിനൊക്കെ നമ്മൾ സമയം കണ്ടെത്തണം. നമ്മളിതിനെ പ്രയോറിറ്റി കൊടുക്കണം. നമ്മുടെ ജീവിതത്തെ അതിനായി ക്രമപ്പെടുത്തണം. സഹോദരങ്ങൾ, അത്ഭുതങ്ങൾ നടക്കും. അത്ഭുതങ്ങൾ പരിശുദ്ധാത്മ പ്രവർത്തിക്കും. പറ്റുന്ന സമയങ്ങളിൽ മാസത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും കുടുംബമായി അപ്പനും അമ്മയും മക്കളും ഒരുമിച്ച് പരിശുദ്ധ കുർബാനയായി എഴുന്നള്ളിയിരിക്കുന്ന കർത്താവിനെ ആരാധിക്കുക. കുടുംബമായി ആരാധിക്കുക. നമ്മുടെ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിലെ വേദനകൾ, കണ്ണുനീരുകൾ, ആവശ്യങ്ങൾ എല്ലാം സമർപ്പിച്ചു ആരാധിച്ച് അവിടെ അത്ഭുതം നടക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങുകയാ. കർത്താവിൽ നിന്ന് ശക്തി പുറപ്പെടുകയാ. പുതുവഴികൾ തുറക്കപ്പെടുകയാ. സഹോദരങ്ങളെ, നമ്മളിത് മനസ്സിലാക്കി പ്രവർത്തിക്കണം. 4-മതായി നമ്മൾ തിരിച്ചറിയുക, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് തകരുന്നതിൻ്റെ കാരണം, നമ്മുടെ കുടുംബങ്ങൾ കൊടിയ നാശത്തിൽ നിബന്ധിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം സ്നേഹത്തിൻ്റെ പങ്കുവെക്കലില്ല. സ്നേഹം തണുത്തുപോയി. ഒരു തലമുറയിൽ നമ്മൾ ആർക്കും ആരോടും ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ല. ഭാര്യയ്ക്ക് ഭർത്താവിന് ഭാര്യയോട് പ്രതിബദ്ധതയില്ല. അവിടെ ആ ഭാര്യ ഭർത്തൃ ബന്ധത്തിൻ്റെ ആ ഊഷ്മളത, ചൂട് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ പരസ്പരം വഞ്ചിക്കാൻ, പരസ്പരം ചതിക്കാൻ, പ്രകോപിപ്പിക്കാൻ, മുറിപ്പെടുത്തുവാൻ, അവിശ്വസ്തയോടെ ജീവിക്കാൻ ഒരു മനസാക്ഷി കുത്തുമില്ല പ്രിയപ്പെട്ടവരെ. കാരണം സ്നേഹം തണുത്തുപോയി. അവിടെ എന്താ? നോ ഗ്ലോറി, മഹത്വമില്ല. നോ അനോയിന്റിങ്, അഭിഷേകമില്ല. കാരണം അവിടെ സ്നേഹത്തിൻ്റെ സാന്നിധ്യമില്ല. എന്തേ തകർച്ചയുടെ കാരണം? അത് ഈ കാലത്തിൻ്റെ പ്രത്യേകതയാണ്. മത്തായിയുടെ സുവിശേഷം 24-ാം അധ്യായം 12-ാം വചനത്തിൽ നമ്മുടെ കർത്താവ് പഠിപ്പിച്ചു, പാപം വർദ്ധിക്കുന്നതിനാൽ അനേകരുടെ സ്നേഹം തണുത്തു പോകുന്നു. പ്രത്യേകം അത് ബാധിച്ചിരിക്കുന്നത് കുടുംബങ്ങളിലാണ്. അപ്പനും മകനും അല്ലെങ്കിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധത്തിൽ സ്നേഹം തണുത്തുപോയി. അതുകൊണ്ട് പേരൻസിൻ്റെ കഷ്ടപ്പാട് മനസ്സിലാക്കാൻ മക്കൾക്ക് പറ്റുന്നില്ല. അവിടെ വേദനയിൽ പങ്കുചേരാൻ പറ്റുന്നില്ല. അപ്പൻ്റെയും അമ്മയുടെയും ദുഃഖത്തിൽ അല്ലെങ്കിൽ അവരുടെ ദുരിതങ്ങളിൽ അവർക്ക് ആശ്വാസം കൊടുക്കാൻ പറ്റുന്നില്ല. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്, നിങ്ങളത് ചെയ്തു തരണം, അത് ഞങ്ങളുടെ റൈറ്റ് ആണെന്നും പറഞ്ഞ് മക്കളെ വഴിക്ക് പോകുന്നു. പേരൻസിനോട് കൂടെ നിന്ന് ആ കുടുംബത്തെ പണിതുയർത്തുന്നതിൽ മാതാപിതാക്കളും മക്കളും ആ ബന്ധം ഇന്ന് പരാജയപ്പെടുകയാണ്. അപ്പനൊരു അസുഖം വന്നാൽ, അമ്മയ്ക്കൊരു രോഗം പിടിപ്പെട്ടാൽ മക്കൾ ഓടി വന്ന് അവരെ ശുശ്രൂഷിക്കുന്നൊരു സമയമുണ്ടായിരുന്നു. ഇന്ന് അതിനൊന്നും നേരില്ല പ്രിയപ്പെട്ടവരെ. സ്നേഹമില്ല. ഇനി അപ്പന് എന്തൊക്കെ വന്നാൽ പോലും
അതെന്തിലായിക്കോട്ടെ എന്നുള്ളൊരു നിലപാടിലേക്ക് പോകുക. എത്ര മാതാപിതാക്കളെ ചങ്ക് തകർന്ന് വളരെ വളരെ ദുഃഖത്തോടെ ഇന്ന് ജീവിക്കുന്നത്. പരിശുദ്ധ വചനം പറയാ, സ്നേഹം തണുത്തു പോകുന്നു. അതുകൊണ്ട് നോ കമ്മ്യൂണിക്കേഷൻ, പങ്കുവെക്കുന്ന അനുഭവമില്ല. പ്രിയപ്പെട്ടവരെ, പങ്കുവെക്കുന്ന അനുഭവമില്ല. ദൈവത്തിൻ്റെ വചനം വ്യക്തമായത് പറയുന്നുണ്ട്. പൗലോസ് തിമോഥെയോസിന് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വചനം, ആ വചനം പെട്ടെന്നൊന്ന് വായിച്ചേ. അപ്പോൾ സ്വാർത്ഥ സ്നേഹികൾ, ഇത് നമ്മുടെ കുടുംബങ്ങൾ ഈ സ്വാർത്ഥത വർദ്ധിച്ചു. അവിടെ ബന്ധങ്ങൾക്കോ സ്നേഹത്തിനോ പങ്കുവെക്കലിനല്ല, എനിക്ക് സുഖിക്കണം, എനിക്ക് എൻജോയ് ചെയ്യണം. അവിടെ കർത്താവിൻ്റെ വചനം എനിക്കൊരു വിഷയമല്ല, പരിശുദ്ധ സഭ എനിക്കൊരു വിഷയമല്ല, സഭയുടെ പ്രബോധനങ്ങൾ എനിക്ക് പ്രോബ്ലമല്ല. എനിക്ക് സന്തോഷിക്കണം, എനിക്ക് ഉല്ലസിക്കണം. അത് വ്യഭിചാരം ചെയ്ത വ്യഭിചാരം. അതുകൊണ്ട് വിവാഹേതര ബന്ധങ്ങൾ വർദ്ധിക്കുന്നു. ഇന്ന് നല്ലൊരു പേഴ്സൻറ്റേജ് ഒന്നും പറയുന്നില്ല. ക്രൈസ്തവ കുടുംബങ്ങൾ നശിക്കുന്നതിൻ്റെ ഒരു അടിസ്ഥാന കാരണം വ്യഭിചാര ദുർഭൂതമാണ്. ജഡപാപങ്ങള്, ജഡീക പാപത്തിൻ്റെ കറകള് നമ്മുടെ കുടുംബങ്ങളിൽ പറ്റിപ്പിടിച്ചിരിപ്പുണ്ട്. ദാമ്പത്യ ബന്ധങ്ങളിലെ ഭാര്യയെ വഞ്ചിക്കുന്ന ഭർത്താവ് ഒരു മനസാക്ഷി കുത്തൂല. കാരണം എന്താ? സ്നേഹം തണുത്തുപോയി. പിന്നെ ഭാര്യയെ പറ്റിക്കാൻ എന്നെ കുഴപ്പം. ഭാര്യ അറിയാത്ത റിലേഷൻസ്, വാട്സപ്പിൽ ചാറ്റിങ്, എന്തൊക്കെ പരിപാടി അതിലോട്ട് ഇത് പോകുന്നില്ല സഹോദരങ്ങളെ. എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് ക്രൈസ്തവ കുടുംബങ്ങൾ? നമുക്ക് പരിശുദ്ധ കുർബാനയുണ്ട്, നമുക്ക് പരിശുദ്ധ വചനമുണ്ട്, നമുക്ക് സഭയുടെ ഇത്രയും സമ്പന്നമായ ആത്മീയമായ സമ്പന്നതയുള്ള നമ്മുടെ കുടുംബങ്ങൾക്കാണ് ഈ ദുർഗതി വന്നിരിക്കുന്നത്. എന്താ കാരണം? അതിന് ചില തകർച്ചകൾ നമ്മൾ കാണുകയായിരുന്നു. ഈ തകർച്ചയുടെ അടിസ്ഥാന കാരണങ്ങളിലേക്കാണ് ആത്മാവ് വെളിച്ചം വീശിക്കൊണ്ടിരുന്നത്. അതിൻ്റെ മറ്റൊരു കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, സ്നേഹം തണുത്തു പോയതുകൊണ്ട് അവിശ്വസ്തത പെരുകുന്നു. ഭാര്യയോടും ഭർത്താവിനോടും അവിശ്വസത കാണിക്കുന്നു. അപ്പോൾ ദമ്പതിമാരിൽ, കുടുംബസ്ഥരിൽ അവിശ്വസ്തരുടെ എണ്ണം ഇന്ന് അതുപോലെ പെരുകിയിരിക്കുക. അതൊരു സോഷ്യൽ സ്റ്റാറ്റസ് പോലെയാണ്. ഇപ്പോൾ മദ്യപാനം അതൊരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ ഭാഗമായിട്ട് മാറി. അത് പാപമായിട്ട് അനേകർക്ക് തോന്നുന്നില്ല. ഇതുപോലെയാണ് ദാമ്പത്യ അവിശ്വസ്തത. എന്നോടൊരു വലിയൊരു ഉന്നതനായ ഒരു ഓഫീസർ പറഞ്ഞതാണ്, വിവാഹം കഴിക്കുന്നത് വിവാഹേതര ബന്ധങ്ങൾക്ക് വേണ്ടിയാണ്. അതൊരു മറയാണ്, സഹോദരങ്ങളെ. അതൊരു ഭാര്യ, ഒരു ഭർത്താവ്, എനിക്ക് വേറെ പല റിലേഷനുണ്ട്, ഞാൻ ആ റിലേഷനൊക്കെ എൻജോയ് ചെയ്ത് പോവാണ്. അവിടെ ദൈവവചനത്തിനൊന്നും ഒരു സ്ഥാനവും. പിന്നെ എങ്ങനെ കുടുംബങ്ങൾ നശിക്കാതിരിക്കുക, തലമുറകൾ വഴിവിട്ട് പോകാതിരിക്കുക? അനുതപിക്കേണ്ട സമയം മക്കളേത്. റിപ്പന്റ് ചെയ്യണം കർത്താവിൻ്റെ മുമ്പിൽ. കർത്താവെ, തെറ്റിപ്പോയി കർത്താവെ, അനുതപിക്കുന്നില്ലെങ്കിൽ നിങ്ങളും അതുപോലെ നശിക്കുമെന്നുള്ള കർത്താവിന് തിരുവെഴുത്ത് മറക്കരുത്. നമ്മൾ സ്വാർത്ഥ സ്നേഹികൾ, അഹങ്കാരികൾ, വിശുദ്ധിയില്ലാത്തവരെ, ഗർവിഷ്ഠരെ, ക്രൂരന്മാരെ, മനസാക്ഷിയില്ലാത്തവരെ നമ്മളെ വചനത്തിൽ കാണുന്നത്. നമുക്ക് ഈ സത്യം മനസ്സിലാക്കി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങൾ സ്നേഹത്തിൻ്റെ ഭവനങ്ങളാണ്. പങ്കുവെക്കണം, എല്ലാം ഷെയർ ചെയ്യണം മക്കളെ. ഷെയർ ചെയ്യുന്ന കുടുംബങ്ങൾ എല്ലാം പങ്കുവെച്ച് പോയി ഓപ്പൺ ഫാമിലി ആയിരിക്കണം. നമുക്ക് മറയ്ക്കാൻ ഒന്നും ഉണ്ടാകരുത്. ആദ്യ കുടുംബം പോലെ ഓപ്പൺ ഫാമിലി നമ്മളെല്ലാം മക്കൾ പേരൻസിനോടെല്ലാം പങ്കുവെക്കണം. ആ ലൂക്കായുടെ സുവിശേഷം 1 കാണുന്നുണ്ട്. സക്രിയായിക്ക് സംസാരിക്കാൻ പറ്റത്തില്ല, അവൻ മൂകനായിപ്പോയി. പക്ഷേ എലിസബത്ത് അവൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഈ കുഞ്ഞിൻ്റെ പേരെന്ത് ചോദിച്ചപ്പോൾ യോഹന്നാൻ എന്ന് പേരിടാൻ പറഞ്ഞു. ബന്ധുമിത്രങ്ങളൊക്കെ പറഞ്ഞു, ഇവരുടെ കൂട്ടത്തിൽ യോഹന്നാൻ എന്ന് പേരില്ലല്ലോ, സക്രിയ എന്നുള്ള പേര്, ഇവൻ്റെ അപ്പൻ്റെ പേരല്ലേ ഇടേണ്ടത് ഈ കുഞ്ഞിനെ? മറിയം പറഞ്ഞു, അല്ല, ഇവന് യോഹന്നാൻ എന്ന് ഇടണം. അപ്പോൾ സക്രിയ ഇങ്ങനെ കാണിച്ചു, അവനൊരു എഴുത്തുപല കൊണ്ടുകൊടുത്തു. സക്രിയ അതിൽ എഴുതുകയാണ് യോഹന്നാൻ എന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കി, ഇതെങ്ങനെയാ എലിസബത്തിന് മനസ്സിലായത്? ഞാൻ ചിന്തിക്കുകയാണ്, ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ മൂകനായ ഈ സക്രിയ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയോട് തനിക്ക് ലഭിച്ച ഈ ദർശനങ്ങളും തനിക്കുണ്ടായ അനുഭവങ്ങളൊക്കെ പങ്കുവെക്കാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട് കാണും. അപ്പോൾ സംസാരശേഷി ഇല്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ നടക്കും. നമുക്ക് മനസ്സുണ്ടെങ്കിൽ, നമുക്കതൊരു തീരുമാനമുണ്ടെങ്കിൽ, നമുക്കതൊരു സമർപ്പണമുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നമുക്കിന്ന് എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും നോ കമ്മ്യൂണിക്കേഷൻ. നമുക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല, പങ്കുവെക്കലില്ല. അതാണ് നമ്മൾ നശിക്കുന്നതിന് കാരണം. സഹോദരങ്ങളെ, ഈ സത്യം മനസ്സിലാക്കി കർത്താവിനെ കൂടെ നിർത്തുക. നമ്മുടെ കുടുംബങ്ങളിൽ കർത്താവ് ഉണ്ടാകട്ടെ, കർത്താവിൻ്റെ വചനമുണ്ടാകട്ടെ.
കർത്താവിൻ്റെ സാന്നിധ്യം ഉണ്ടാകട്ടെ, പരിശുദ്ധ കുദാശകൾ ഉണ്ടാകട്ടെ. നമുക്ക് ഈ ഒരു പ്രാർത്ഥനയോടെ നമ്മുടെ കുടുംബങ്ങളെ നമുക്ക് കർത്താവിനെ സമർപ്പിച്ച് തുറന്നു വീണ് ദിവ്യകാരുണ്യ ആരാധനയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ തകർന്നുപോയ കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടുവാൻ, ദാമ്പത്യ ബന്ധങ്ങളിൽ വിള്ളലുകൾ അതെല്ലാം ദൈവകൃപയാൽ പുനരുദ്ധരിക്കപ്പെടുവാൻ, സ്നേഹത്തിൻ്റെയും കൃപയുടെയും ആനന്ദത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെ അഭിഷേകം നമ്മുടെ ഭവനങ്ങളിലേക്ക് വ്യാപരിക്കുവാൻ നമുക്കൊരു മനസ്സോടെ തീഷ്ണതയോടെ പ്രാർത്ഥിച്ചൊരുങ്ങാം. ഒപ്പം സഹോദരങ്ങൾ, നിങ്ങൾ ഷെക്കൻ ന്യൂസിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഈ മാധ്യമ ശുശ്രൂഷയെ നിങ്ങൾ ചേർത്ത് പിടിക്കണം. നിങ്ങൾ അനേകരോട് ഇനിയും ഷെക്കൻ ന്യൂസ് അറിയാത്ത 10,000 കുടുംബങ്ങളുണ്ട്, ക്രൈസ്തവ കുടുംബങ്ങൾ പോലുണ്ട്. നിങ്ങളെല്ലാവരോടും ഈ ന്യൂസ് ചാനലിനെ കുറിച്ച് പറയണം. അനേകരെ, നിങ്ങളുടെ ബന്ധുമിത്രങ്ങളെ, പരിചയക്കാരെ, പ്രിയപ്പെട്ടവരെ ഈ മാധ്യമ ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ കൂട്ടിക്കൊണ്ടുവരണം. കുടുംബമായി ഇതിൻ്റെ പ്രോഗ്രാമുകൾ നിങ്ങൾ കാണണം. ഒപ്പം ഒരു സ്വർഗസ്ഥനായെങ്കിലും ഒരു നന്മ നിറഞ്ഞ മറയെങ്കിലും ചൊല്ലി ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് പ്രാർത്ഥിച്ച് നിങ്ങൾ കോട്ട കെട്ടണം. ഒരുപാട് പ്രാർത്ഥന ആവശ്യമുള്ള സമയമാണ്. ഒത്തിരി പ്രാർത്ഥന, അതുപോലത്തെ പ്രാർത്ഥന. കാരണം കൊടിയ പ്രതിസന്ധികൾ നമ്മുടെ മുൻപിലുണ്ട്. വലിയ ചില പ്രതിസന്ധികൾ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. മാനുഷികമായി ചിന്തിച്ചാൽ നമുക്ക് യാതൊരു വിധത്തിൽ അതിന് വഴി കാണാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവിന് അസാധ്യമായ യാതൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കണം ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി. ഞാൻ പറഞ്ഞു, നമുക്ക് ഈ ചാനൽ നിലനിന്ന് പോകാൻ ഇതിൻ്റെ ലൈസൻസുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് വളരെ ഭീമാകാരമായിട്ടുള്ള ഒരു വലിയൊരു ചെലവ് നമുക്ക് ആവശ്യമായി വന്നിരിക്കുകയാണ്. ഞാൻ അതിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക്, ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോം ആയതുകൊണ്ട് പോകുന്നില്ല. നിങ്ങൾ കാര്യമായി സഹായിക്കണം ഇതിൻ്റെ അനുദിന ചെലവുകൾക്ക് വേണ്ടി. അതുപോലെ തന്നെ നമ്മുടെ ക്യാൻറ്റീൻ വർക്ക്, അതിൻ്റെ തേപ്പും അതൊക്കെ കഴിഞ്ഞ് ഉള്ളിൽ ഇലക്ട്രിക്കൽ വർക്കുകളും ഇപ്പോൾ ടൈൽ വർക്കുകളൊക്കെ മെല്ലെ നടക്കുകയാണ്. നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്. ഒത്തിരി മക്കൾ സ്നേഹത്തോടെ അതിനെ സഹായിച്ചത് കൊണ്ടാണ് ഇത്രയും അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. ഇനി അതിൻ്റെ വർക്കുകളുണ്ട്. അതിൻ്റെ ആ ഒരു ഫിനിഷിംഗ് വർക്കുകൾക്ക് വേണ്ടി നിങ്ങൾ സഹായിക്കണം. അതുപോലെ ഇതിന് അനുദിന ചെലവുകൾ ഞാൻ പറഞ്ഞു, നമുക്ക് വേണ്ട ഒരു വലിയൊരു തുകയാണ്. നമുക്ക് മാനുഷികമായിട്ട് അത് എത്തിപ്പിടിക്കാൻ പറ്റില്ല സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ സഹായം വരണം, സഹായം ദൈവത്തിൽ നിന്ന്. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ദൈവിക പദ്ധതിയോട് യെസ് പറഞ്ഞ് കഴിയുന്നത് പോലെ സാമ്പത്തികമായി അനുഗ്രഹിക്കപ്പെട്ട ഒത്തിരി മക്കൾ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളെ പ്രതി, നമ്മുടെ തലമുറകളെ പ്രതി കർത്താവിൻ്റെ ശുശ്രൂഷകൾക്ക് നമ്മൾ സ്നേഹത്തോടെ നൽകുമ്പോൾ കർത്താവ് ആ സമർപ്പണത്തെ സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെയും ബന്ധങ്ങളെയും തലമുറകളെയും അവിടുന്ന് അനുഗ്രഹിക്കും. ആ വിശ്വസതയിൽ നമുക്ക് വിശ്വസിക്കാം. ഇവിടെ കാണുന്ന അക്കൗണ്ട്, ആ നമ്പറിലേക്ക്, ആ ഗൂഗിൾ പേ നമ്പറൊക്കെ അതിലുണ്ട്. നിങ്ങൾ കഴിയുന്ന പോലെ സഹായിച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്യണം, ചേർത്ത് പിടിക്കണം. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ മിഷനെ നിങ്ങൾ ഓർക്കണം.